സ്നേഹമുള്ളവരെ, നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. പള്ളി മുറ്റത്ത് കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും ഈ സദസ്സിലേക്ക് കടന്നു വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പള്ളി മുറ്റത്ത് കൂടി നിൽക്കുന്ന മുഴുവൻ ആളുകളും ഈ സദസ്സിലേക്ക് കടന്നു വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് പരിപാടി ആരംഭിക്കേണ്ടതുണ്ട്. അപ്പോൾ തങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടി തങ്ങളോടൊപ്പം തന്നെ പള്ളിയിലേക്ക് പോകാം. അതുകൊണ്ട് ഇപ്പോൾ മുഴുവൻ ആളുകളും ഈ സദസ്സിലേക്ക് കടന്നു വന്നിരിക്കുക. ഒന്നും കൂടി ആവർത്തിക്കുകയാണ്, മുഴുവൻ ആളുകളും റോഡിലും പള്ളി മുറ്റത്തും കൂടി നിൽക്കാതെ ഈ സദസ്സിലേക്ക് കടന്നു വന്നിരിക്കണമെന്ന് അറിയിക്കുകയാണ്. തങ്ങൾ വന്നു കഴിഞ്ഞാലാണ് ഇശ ജമാഅത്ത് നടക്കുക. ആയതിനാൽ തങ്ങളോടൊപ്പം തന്നെ നമുക്ക് പള്ളിയിലേക്ക് കയറാം. അതിനു മുമ്പ് മുഴുവൻ ആളുകളും ഈ സദസ്സിലേക്ക് കടന്നു വന്നിരിക്കുക. സ്നേഹമുള്ളവരെ, ആത്മീയ വഴിയിലെ വെള്ളി നക്ഷത്രം മുഹമ്മദ് കുട്ടി തങ്ങൾ കാലഘട്ടങ്ങൾക്കിപ്പുറം ഇന്നും ജാതിമത ഭേദമെന്ന സമാശ്വാസത്തിന്റെ തെളിനീര് പകർന്ന് നക്ഷബന്ധിയ ആത്മീയ സരണിയിലൂടെ പ്രോജ്വലമായ ആ ഇതിഹാസ ജീവിതത്തിന് കർമ്മകാന്ഡം രചിക്കാൻ അനുഗ്രഹീതമായ മണ്ണ്, ആത്മപ്രകാശത്തിന്റെ അനിർവചനീയമായ അനുഭൂതിയിലൂടെ തലമുറകളിലൂടെ കൈമാറി ഈ നാട്ടിലെ ആഭാല വൃദ്ധം നെഞ്ചു ചേർത്ത് പിടിച്ച റിഫായിയ ആത്മീയ സരണിയുടെ മണ്ണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സ്വപ്നസുന്ദരാദർശം നൽകിയ ജീവനീരിൽ പുനരുത്ഥാനത്തിന്റെ വിപ്ലവ പരിജ്ഞാനം നേടിയെടുത്ത ദാലിൽ പ്രദേശത്തിന്റെ മണ്ണും മനവും പള്ളിയും പള്ളി ദർശ തുടങ്ങി അനുസൃത സംസ്കാരത്തിന്റെ പരമ്പരാഗത വഴികളിൽ ദീനീ ചൈതന്യത്തിന്റെ പ്രകാശഗോപുരമായ നമ്മുടെ മസ്ജിദിന്റെ നവീകരണത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിലുള്ള സ്വാഭിമാനമായ ഇന്നിന്റെ സായം സന്ധ്യ, ഈ പ്രൗഢമായ പൊതുസമ്മേളനം ഈ നിമിഷം ഇവിടെ സമാരംഭിക്കുകയായി. അഭിമന്യനായ ഞങ്ങളുടെ നായകൻ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിന്റെ പൊന്നോമന സന്തതി സയ്യിദുന പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അല്പസമയത്തിനകം പ്രോജ്വലമായി വേദിയിലേക്ക് കടന്നു വരികയാണ്. അതിനു മുമ്പായി നമ്മുടെ പരിപാടി ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. ആമുഖ ഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ഹദീബ് സിയാദ് ഫൈലി അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന ആദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയ മുത്തഅല്ലിമീങ്ങളെ, രക്ഷിതാക്കളെ, ദാലിൽ ഗ്രാമ നിവാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ശിഷ്ടഭാവിയിൽ പാപ സുരക്ഷിതരായി ഇസ്ലാമിക നിയമാവലികളെ കൊണ്ട് ജീവിതം ധന്യമാക്കുവാൻ സർവാധിപനും സർവേശ്വരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ടും നമ്മുടെ നാട്ടിലെ നല്ലവരായ ആളുകളുടെ സുമനസ് കാരണമായി കൊണ്ട്, അതുപോലെ നമ്മുടെ നാട്ടിലെ യുവാക്കൾ, പ്രവാസി സുഹൃത്തുക്കൾ, അവരുടെയൊക്കെ ശ്രമങ്ങൾ കൊണ്ട് നമ്മുടെ പള്ളി അൽഹംദുലില്ലാഹ് അതിൻ്റെ പൂർത്തീകരണം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. നമ്മെല്ലാവരും ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകൻ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളെ കാത്തിരിക്കുകയാണ്. നമ്മുടെ മസ്ജിദ്
വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്ഥാപിതമായിട്ടുണ്ട്. 10-40 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും പുതുക്കി പണിയുന്നത്. ചെറിയ രീതിയിൽ പുതുക്കി പണിയാൻ ശ്രമിച്ചു, പക്ഷേ അത് വലിയൊരു ചരിത്രത്തിന് സാക്ഷി കുറിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഇൻഷാ അല്ലാഹ് വൈകാതെ നമുക്കത് ഉദ്ഘാടനം ചെയ്തു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ബഹുമാനികളെ, നമ്മുടെ നാട്ടിനെ കുറിച്ചൊക്കെ പ്രത്യേകം പറയേണ്ടതില്ല. ബഹുമാനപ്പെട്ട നുനേരി മുഹമ്മദ് കുട്ടി തങ്ങളുടെ പുണ്യം കൊണ്ട് കരസ്ഥമായ നാടാണ് നമ്മുടെ നാട്. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങള് അന്തിവിശ്രമം കൊള്ളുന്ന ന്യൂനേരി, ഞാൻ വല്ലാതെ, എനിക്ക് അള്ളാഹു തന്ന വല്ലാതെ ഒരു തൗഫീഖായിട്ടാണ് ഇവിടെയുള്ള സേവനത്തെ ഞാൻ കാണുന്നത്. 5-6 വർഷം അൽഹംദുലില്ലാഹ് മമ്മൂട്ടി തങ്ങളുടെ അടുത്ത് തന്നെ ന്യൂനേരി ദർസിൽ പഠിക്കാൻ കഴിയുകയും എല്ലാ ദിവസവും ബഹുമാനപ്പെട്ട തങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ സിയാറത്ത് ചെയ്യാറുണ്ട്. 5-6 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ആ സിയാറത്ത് അൽഹംദുലില്ലാഹ് ഇന്നും അത് തുടർന്നു വരികയാണ്. തങ്ങളുടെ വലിയൊരു തൗഫീഖായിരിക്കാം, സാന്നിധ്യമായിരിക്കാം അവരുടെ പുണ്യങ്ങൾ നിറഞ്ഞ അവരുടെ നാട്ടിൽ തന്നെ സേവനമനുഷ്ഠിക്കാൻ കഴിയുക എന്നുള്ളത്. എന്നിരുന്നാലും അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ട് നമ്മുടെ പള്ളിയുടെ നവീകരണ പൂർത്തീകരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ പ്രത്യേകമായി ഓർക്കുന്നത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളെയാണ്. കാരണം അവരുടെ ഐക്യമാണ്, അവരുടെ ആ ചേർത്ത് പിടിക്കലാണ് ഇന്നിവിടെ വലിയ ചരിത്രത്തിന് സാക്ഷി കുറിക്കാൻ പോകുന്നത്. ആ ഒരു ചേർത്ത് പിടിക്കലിനെ ഞാൻ ഇന്ന് ഓർക്കുന്നത്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ദർസിൽ പഠിക്കുമ്പോൾ എഴുത്ത് മാസികയിൽ ഞാൻ എഴുതിയ ഒരു എഴുത്ത് ഞാൻ ഇവിടെ ഓർമ്മിക്കുകയാണ്. ചെറിയൊരു ഗുണപാഠത്തിന് വേണ്ടി പറയുകയാണ്. ഒരു വിദ്യാർത്ഥി 10 മെഴുകുതിരി കത്തിച്ചു. ഒരു വിദ്യാർത്ഥി 10 മെഴുകുതിരി കത്തിച്ചു. ആ 10 മെഴുകുതിരിയുടെ പ്രകാശം ഇങ്ങനെ അതിൻ്റെ അടുത്തുള്ള ആളുകൾ ഇങ്ങനെ അതിൻ്റെ പ്രകാശം ഇങ്ങനെ ഏൽക്കുന്ന സമയത്ത് ചെറിയൊരു കാറ്റ് വീശുകയാണ്. കാറ്റ് വീശുമ്പോൾ ഓരോ മെഴുകുതിരി ഇങ്ങനെ കെട്ടി അണഞ്ഞു പോവുകയാണ്. അങ്ങനെ ഓരോ മെഴുകുതിരി അണഞ്ഞ് അവസാനം ഒരു മെഴുകുതിരി അതിങ്ങനെ അതിൻ്റെ പ്രകാശം അതിൻ്റെ വെട്ടം ഇങ്ങനെ അണയാൻ പോകുന്ന സമയത്ത് ആ മെഴുകുതിരി ആ വിദ്യാർത്ഥിയോട് പറഞ്ഞു, നീ എന്നെ നിന്റെ ആ ചെറിയ ഇളം കൈകൊണ്ട് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണം. ആ വിദ്യാർത്ഥി മെഴുകുതിരി പറയുന്നത് കേട്ട് അതുപോലെ ചെയ്തു. കാറ്റ് വന്നപ്പോ ആ വിദ്യാർത്ഥി ചെയ്തത് കൊണ്ട് ആ മെഴുകുതിരിയെ വല്ലാതെ ചേർത്ത് പിടിച്ചത് കൊണ്ട് തന്നെ ആ മെഴുകുതിരി അണയാതെ പോയി. അങ്ങനെ അണയാതെ പോയതുകൊണ്ട് തന്നെ ബാക്കി അണഞ്ഞുപോയ ഓരോ മെഴുകുതിരിക്കും അത് ഇങ്ങനെ പ്രകാശം നൽകി, അത് ഇങ്ങനെ ജീവൻ നൽകി. അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചേർത്ത് പിടിക്കൽ കാരണമായിക്കൊണ്ട് നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഞാൻ നമ്മുടെ നാട്ടിലെ പ്രായം നിറഞ്ഞ ആളുകളെ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. പള്ളിയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് നിസ്കാരം മുകളിലേക്ക് നടക്കുന്ന സമയത്തും നിസ്കാരം മദ്രസയിൽ നടക്കുന്ന സമയത്തും ഈ നാട്ടിലെ തലമൂത്ത മുതിർന്ന ആളുകളായിരുന്നു എല്ലാത്തിനും നേതൃത്വം നൽകിയത്. ചില സുപ്രധാന ഘട്ടത്തിൽ അവരോടൊപ്പം ഞാനും അവരുടെ കൂടെ അവരുടേതായ ജോലിയിൽ ഞാനും ഉണ്ടായിരുന്നു. വളരെയധികം സന്തോഷം തോന്നി. ആ ഒരു വലിയ സന്തോഷത്തിന്റെ പൂർത്തീകരണമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കാൻ പോകുന്നത്. പള്ളിയെക്കുറിച്ച് കൂടുതലായി പറയേണ്ടതില്ല. അള്ളാഹുവിന്റെ ഭവനമാണ് പള്ളി. നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഏതെങ്കിലും പ്രമാണിയുടെ
വീട് ഒരു ഹൗസ് വാമിങ്ങിന് വേണ്ടിയല്ല, മറിച്ച് എല്ലാ പ്രമാണിയുടെയും പ്രമാണിയായ രാജാതിരാജനായ അള്ളാഹുവിന്റെ പള്ളിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തവും നമ്മുടെ ഈ യോഗവും ഈ സന്ദർഭവും എല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ബഹുമാനികളെ, വിശുദ്ധമാക്കപ്പെട്ട റമദാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ പള്ളിയും പള്ളി പരിസരവും അതുപോലെ തന്നെ നാടും നഗരവും റമദാനിനെ വരവേൽക്കുവാൻ വേണ്ടി വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധമായ റമദാനിനെ നാം വരവേൽക്കുവാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. വിശുദ്ധമായ റജബ് നമ്മിൽ നിന്നും കടന്നുപോയി. വിശുദ്ധമായ ശഅബാൻ ഇദാ നമ്മിൽ നിന്നും കടന്നു പോകുവാൻ വേണ്ടി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ശഅബാനും കൂടി കടന്നുപോയാൽ നാം എത്തുന്നത് വിശുദ്ധമായ റമദാനിലേക്കാണ്. നമ്മുടെ മക്കൾക്കൊക്കെ SLC എക്സാം വരാൻ പോവുകയാണ്. ആ SLC എക്സാമിന് മുമ്പ് 2-3 എക്സാം നടക്കാറുണ്ട്. മോഡൽ എക്സാം, അതുപോലെ തന്നെ ക്ലാസ് എക്സാം. ഇതൊക്കെ എന്തിനാണ് നടത്തുന്നത്? അവർ വരാനിരിക്കുന്ന ആ SLC എക്സാം അവന്റെ ഭാവിയെ ഭാസ്വരമാക്കുന്ന എക്സാമാണ്. ആ എക്സാമിന് അവൻ നല്ല രീതിയിൽ പരിശീലിക്കണം. ആ പരിശീലനം നടത്തിയാൽ മാത്രമേ അവന്റെ വരാനിരിക്കുന്ന SLCയിൽ അവനക്ക് നല്ല മാർക്ക് നേടാൻ കഴിയുള്ളൂ. അവൻ നല്ല മാർക്ക് നേടിയാൽ മാത്രമേ അവന്റെ ഭാവി അവൻക്ക് ഭാസുരമാക്കാൻ കഴിയുള്ളൂ. ഇതൊരു ഭൗതികമായ കാര്യമാണെങ്കിൽ ഈ നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ശഅബാനിലാണ്. ഈ ശഅബാനിനെ നാം ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ് ശഅബാൻ മാസം എന്നുള്ളത്. ഈ മാസത്തിൽ നാം ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുകയും അതുപോലെ തന്നെ ദിക്ർ ദുആകൾ അധികരിപ്പിക്കുകയും ചെയ്യണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ എന്നുള്ള ദിക്റുകൾ അധികരിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്നേഹമുള്ളവരെ, അഭിമന്യരായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ നഗരിയിലേക്ക് എത്തിച്ചേരുകയാണ്. അതിനു മുമ്പായി നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് നൂഞ്ഞേരി ജുമാ മസ്ജിദ് ഖതീബ് മുദരിസുമായ ഉസ്താദ് മുഹമ്മദ് അസ്റഫ് അൽ ഖാസിമി നമ്മോട് സംസാരിക്കുന്നു. പള്ളി ദർസുകൾ മരിക്കരുത് എന്ന കാലാതീതമായ വിചാരപ്പെടലുകൾക്ക് കർമ്മം കൊണ്ട് സാക്ഷി പറയുന്ന അഭിമന്യനായ ഉസ്താദ് ആദരപൂർവം പ്രൗഢമായ ഈ വേദിയിലേക്ക് സ്നേഹപൂർവം നമ്മെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. وسلم عليهم تسليما كثيرا. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أمة سيدنا ومولانا محمد.
സ്റ്റേജിലും വേദിയിലും ഉപവിഷ്ടരായ മഹൽ വ്യക്തിത്വങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, ഇഷ്ടജനങ്ങൾ, ദുആ വസിയത്ത് ചെയ്തവർ, അവരിൽ നിന്നും മരണപ്പെട്ടു നമ്മിൽ നിന്നും അവരിൽ നിന്നും സംഭവിച്ചു പോയ സർവ്വ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടഭാവിയിൽ പാപങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷകരമായ പരിശുദ്ധമായ ഒരു സംരംഭത്തിന് സാക്ഷിയാകുവാൻ ബഹുമാനപ്പെട്ട തങ്ങളവർഗെ നാം കാത്തിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ മസ്ജിദിനെ പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കുന്നത് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അവസാന നാളുകൊണ്ടും വിശ്വസിച്ചവർ മാത്രമാണ്. അങ്ങനെ തുടങ്ങിയിട്ട് കുറേ സവിശേഷതകൾ അല്ലാഹു പറയുന്നു. ഇതിൻ്റെ തഫ്സീർ, ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്, അഥവാ അള്ളാഹുവിൻ്റെ പള്ളി പരിപാലിക്കാൻ യോഗ്യരായ ആളുകൾ ആരാണ് എന്നൊരു വിശദീകരണമാണ്. ഒന്നാമതായി അള്ളാഹുവിനെ കൊണ്ടും അവസാന നാളുകൊണ്ടും വിശ്വസിച്ചവർ ആയിരിക്കണം, യഥാർത്ഥമായ മുഅ്മിനീങ്ങളായിരിക്കണം. അതുപോലെ തന്നെ വ അഖാമസ്സലാ, നിസ്കാരം അതിൻ്റെ അദബനുസരിച്ചുകൊണ്ട്, ഹുഖൂഖ് അനുസരിച്ചുകൊണ്ട്, അതിൻ്റെ ബാധ്യതയനുസരിച്ചുകൊണ്ട് നിറവേറ്റുന്നവരായിരിക്കണം. വ ആതസ് സക്കാ, സകാത്ത് കൃത്യമായി കൊടുത്തു വീട്ടുന്നവരായിരിക്കണം. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ഭയക്കാത്തവരുമായിരിക്കണം. അപ്പോൾ ഈ പള്ളി നിർമ്മാണം, അതുപോലെ തന്നെ പള്ളി പരിപാലനം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പരിപാലനമൊക്കെ വലിയ ബാധ്യതയാണ് എന്നാണ് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നത്. അത്തരത്തിൽ പരിപാലിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഈ ദാലിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു അവരെയും നമ്മെയും ഒക്കെ അത്തരത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കാരണം അള്ളാഹുവിൻ്റെ മസ്ജിദ് എന്ന് പറയുമ്പോൾ മസ്ജിദ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ്. നിസ്കാരത്തിൽ വളരെ പ്രധാനമായി അള്ളാഹുവിലേക്ക് ഒരു അടിമ അടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അവൻ സുജൂദിൽ കിടക്കുമ്പോഴാണ് എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്, ഒരു മനുഷ്യൻ അള്ളാഹുവുമായിട്ട് ഏറെ അടുക്കുന്നത് അവൻ അള്ളാഹുവിന് സുജൂദിൽ കിടക്കുമ്പോഴാണ്. അപ്പോൾ നിസ്കാരമാണ്, ആ സുജൂദ് നിസ്കാരത്തിലാണ് കൂടുതൽ ഉള്ളത് എന്നുള്ളത് കൊണ്ടും മസ്ജിദ് സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്ന് നമ്മൾ സാധാരണ പള്ളിക്ക് പറയുന്നു. പള്ളി നിർമ്മാണത്തിന്റെ മഹത്വം മഹാനായ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. മൻ ബനാ ലില്ലാഹി ബൈതൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഒരാൾ അള്ളാഹുവിന് വേണ്ടി ഒരു മസ്ജിദ് പണിയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നാളെ അവന് സ്വർഗത്തിൽ വീട് പണിതു കൊടുക്കുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. പൂർണ്ണാർത്ഥത്തിൽ ഒരു പള്ളി പണിയുന്നില്ലെങ്കിലും
ആ പള്ളി നിർമ്മാണവുമായിട്ട് അതിന്റെ ഭാഗമാവുവാൻ സാധിക്കുന്നതും പള്ളി നിർമ്മാണത്തിന്റെ ഒരർത്ഥത്തിലുള്ള പണിയലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. ഒരർത്ഥത്തിൽ അതിനോട് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഈ പള്ളി ദാലിൽ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നേരത്തെ ഉണ്ടായ മസ്ജിദ്, അത് വളരെ ആകർഷകമായി വിശ്വാസികൾക്ക്, നിസ്കരിക്കുവാൻ വരുന്ന ആളുകൾക്ക്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് സന്തോഷത്തോടുകൂടി റാഹത്തോടുകൂടി ഇബാദത്തൊക്കെ ചെയ്യുവാനുള്ള ഒരു നല്ല സാഹചര്യം നമ്മുടെ ഈ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ഒരുക്കിയിരിക്കുകയാണ്. ഞാൻ ആമുഖമായി അവരെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഈ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഇവിടെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഗൾഫ് പ്രവാസികളായ സഹോദരങ്ങൾ, ഞാൻ മിനിഞ്ഞാന്ന് ഇവിടുന്ന് വഅല് പറയുമ്പോൾ പ്രത്യേകമായി ദുആ ചെയ്യുവാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യവും അതാണ്. അഥവാ നമുക്കറിയാം ഗൾഫിന്റെ ഇന്നത്തെ അവസ്ഥയൊക്കെ വളരെ പ്രയാസകരമായ സാഹചര്യത്തിലും നാടിനെ മറക്കാതെ, നാടിന്റെ മസ്ജിദിനെ മറക്കാതെ നന്നായിട്ട് അതിനോട് സഹകരിക്കുന്ന നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ, അള്ളാഹു അവരുടെ ജോലികളിലൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള വളരെ പാവപ്പെട്ട ആളുകൾ പോലും തന്നെ കൊണ്ടാവുന്നത് അതിന് ചെയ്തുകൊണ്ട് അതിനോട് സഹകരിച്ച ആളുകൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരാളുടെ ഹൃദയം പള്ളിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി, വറജുലുൻ ഖൽബുഹു, ഒരാളുടെ പള്ളി, ഒരാളുടെ ഹൃദയം പള്ളിയുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറയുന്നത് അത് അർശിന്റെ തണൽ ലഭിക്കുവാൻ കാരണമാണ് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പള്ളിയുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറയുന്നത് നിർമ്മാണവുമായിട്ടും പള്ളി പരിപാലനവുമായിട്ടും പള്ളിയുടെ ദിക്ർ ഇബാദത്തുമായി ബന്ധപ്പെട്ടും അങ്ങനെയൊക്കെ പള്ളിയുമായിട്ട് ബന്ധപ്പെടാമല്ലോ. അങ്ങനെ ഹൃദയം പള്ളിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അർശിന്റെ തണൽ, ഒരു തണലും കിട്ടാത്ത അവിടെ വെച്ച് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കും എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ലോകത്ത്, ഈ ഭൂമി സൃഷ്ടിച്ചപ്പോൾ ആദ്യമായിട്ട് ഉണ്ടായത് ഒരു പള്ളിയായിരുന്നുവല്ലോ, അല്ലേ? അതേതാ പള്ളി? കഅബയാണ്. ആദ്യമായിട്ടുണ്ടായത് പള്ളിയാണ്. ചില തഫ്സീറുകളിൽ കാണാൻ കഴിയും മൊത്തം വെള്ളമായിരുന്നു എന്നും, എന്നാൽ ഇന്ന് കഅബ നിലകൊള്ളുന്ന ആ സ്ഥലത്ത് ഒരു നുരയുണ്ടായിരുന്നു എന്നും, അവിടെയാണ് ആദ്യം മണ്ണുണ്ടായത്, പിന്നെ പള്ളി ഉണ്ടാവുന്നത് വെറുതെ അങ്ങുണ്ടായതല്ല. ആ പള്ളി നിർമ്മാണത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളെയാണ് ആദ്യമായിട്ട് അയച്ചത് എന്ന്. 10 ആളുകളാണ് കഅബ ശരീഫ് ചരിത്രത്തിൽ പണിതതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ബനാ ബൈത റബ്ബിൽ അർശി അശ്റുൻ ഫഖുദുഹുമു മലായികത്തുല്ലാഹിൽ കിറാമു ഫആദമു. ആദ്യമായിട്ട് ആ പള്ളി നിർമ്മിക്കുന്നത് അള്ളാഹുവിന്റെ മലക്കുകളാണ് എന്ന് തഫ്സീറു സാവിയിൽ കാണാം, പല കിതാബിലും കാണാം. അപ്പൊ ഈ ഭൂമിയിൽ തന്നെ ആദ്യമായിട്ടുണ്ടായത് പള്ളിയാണ്. ആ പള്ളിയുടെ കഅബയുടെ നേരെ മേൽഭാഗത്ത് അൽ ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഭവനമുണ്ട്, അതും പള്ളിയാണ്. അൽ ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന കഅബയുടെ നേരെ മേലെ പോയാൽ അൽ ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന ആ അള്ളാഹുവിന്റെ ഭവനം, ആ പള്ളിക്ക് ചുറ്റും അള്ളാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നേരെ താഴെയുള്ള, ഒരു നൂല് പിടിച്ചാൽ നേരെ താഴെയുള്ള പരിശുദ്ധമായ കഅബ ശരീഫിന് മനുഷ്യരിങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ് മലക്കുകൾക്ക് ശേഷം പിന്നെ ആ പള്ളിയാകുന്ന കഅബ എന്ന പള്ളിയെ പുനരുദ്ധാരണം ചെയ്യുന്നത്. പിന്നെ ചരിത്രത്തിൽ ഇങ്ങനെ അത് വരുന്നു. അതുപോലെ നിങ്ങൾ നോക്കൂ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മക്കയുടെ മണ്ണ് വിട്ടുകൊണ്ട് അവിടുത്തെ കുഞ്ഞിളം കാല് വെച്ച് പിച്ച വെച്ച് നടന്ന പരിശുദ്ധമായ മക്കയോട് സലാം പറഞ്ഞുകൊണ്ട് പോകുന്ന രംഗം
ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയപ്പോ ആ മദീനയിൽ ഒട്ടകം കാലുകുത്തിയ സ്ഥലത്ത് ആദ്യമായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പള്ളി പണിതു. മസ്ജിദുൽ ഖുബാഇനെ ചരിത്രം നമുക്കറിയാമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായിട്ട് പള്ളി പണിതു. അങ്ങനെ ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, അതിനെ കൂടെ ഞാൻ ഒന്നുകൂടി പറയാം, കഴിഞ്ഞ മാസം പരിശുദ്ധമായ റജബാൻ അല്ലെ, ആ വിശുദ്ധമായ റജബിന്റെ വലിയ സമ്മാനമാണ് ഈ പള്ളിയിൽ നിർവഹിക്കപ്പെടേണ്ടതായ നിസ്കാരം എന്ന് പറയുന്നത്. മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഈ നിസ്കാരമാകുന്ന വലിയ സമ്മാനം നൽകപ്പെടുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല കൊണ്ടുപോയത് ഒരു പള്ളിയിൽ നിന്ന് മറ്റൊരു പള്ളിയിലേക്കാണ്. അതേ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലാ. പരിശുദ്ധമായ മക്കത്തെ പള്ളിയിൽ നിന്ന്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക്, അഥവാ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളിയിലേക്ക് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുപോകുമ്പോൾ പള്ളിയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് നിസ്കാരം തന്നെ അങ്ങ് ആകാശ ലോകത്തേക്ക് കൊണ്ടുപോയി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും കടന്നു പോകാൻ പറ്റാത്ത ഇടത്തിലേക്ക് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബുമായിട്ടേറെ ബന്ധപ്പെടുന്നിടത്തേക്ക് പോയപ്പോൾ സമാനമായിട്ട് കൊടുത്ത നിസ്കാരം, അതിന്റെ തുടക്കം പള്ളിയിൽ നിന്ന് പള്ളിയിലേക്കും പിന്നെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മിഅ്റാജ് അല്ലാഹുവിന്റെ അടുത്തേക്കും പോയി എന്ന് നമ്മൾ പറയുമ്പോ, പള്ളി എന്ന് പറയുന്ന ഇസ്ലാമിൽ മാറ്റിവെക്കാൻ വേണ്ടി പറ്റാത്ത അത്രയും വളരെയേറെ കനപ്പെട്ട പിൻഫലമുള്ള ചരിത്രമുള്ള ഇടമാണ് മസ്ജിദ് എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധമായ മസ്ജിദിൽ നിങ്ങൾ നോക്കൂ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇസ്ലാമിന്റെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും നടത്തിയ ഇടമായിരുന്നു പള്ളി. നിസ്കാരം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്, ജമാഅത്ത് നിസ്കാരം ഇതൊക്കെ. എന്നാൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്കൂ, ഇന്നും ഇതാ പരിശുദ്ധമായ മദീനയിലേക്ക് നമ്മൾ പോയിട്ടില്ലേ? പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹുജറയുടെ റസൂലുള്ളാഹി തങ്ങളുടെ റൗളാ ഷരീഫിന്റെ പിറകു ഭാഗത്ത് ഇപ്പോഴും നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും. ഇപ്പൊ നമുക്കത് കാണാൻ പറ്റോ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. പണ്ടൊക്കെ അത് കാണാൻ കഴിയുമായിരുന്നു. അഥവാ ഇപ്പൊ അത് ഇല്ലാത്തത് കൊണ്ടെന്നല്ല, ഇപ്പൊ തിരക്കും കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ അവിടെ നിന്ന് നമ്മൾ എത്തിയെന്ന് വരില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ റൗളയുടെ പിറകു ഭാഗത്ത് ഒരു തിണ്ണയുണ്ടായിരുന്നു. ആ തിണ്ണ സുഫ, ആ തിണ്ണ അറിയപ്പെട്ടത് അഹ്ലുസുഫ, സുഫയുടെ ആ തിണ്ണയിൽ കഴിയുന്ന സ്വഹാബികളെ അറിയപ്പെട്ടത് അഹ്ലുസുഫ, അവിടെ പഠിതാക്കളായ മുതഅല്ലിമീങ്ങളെ അറിയപ്പെട്ടത് അഹ്ലുസുഫ എന്നാണ്, തിണ്ണയുടെ ആളുകൾ എന്നാണ്. അവിടെ ചുറ്റുഭാഗത്തും വേലി കെട്ടി പ്രത്യേകം ഇപ്പോഴും അത് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇരുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹുവിനെ പോലെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെ വലിയ വലിയ മഹാന്മാരായ സ്വഹാബ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തിരുന്നു കൊണ്ട് വിശുദ്ധമായ ദീനിന്റെ ഇൽമുകളെ നുകർന്നെടുത്തത് നബി തങ്ങൾ പകർന്നു കൊടുക്കുമ്പോൾ അവർ നുകർന്നെടുത്തു. ഇസ്ലാമിന്റെ ചൈതന്യം, ഇസ്ലാമിന്റെ വിജ്ഞാനം അത് തുറന്നിട്ട് കൊടുത്തു. പ്രശ്നപരിഹാരങ്ങൾ പള്ളിയിലായിരുന്നു. സങ്കടങ്ങൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു. കേസുകൾ വന്നു, തീർപ്പ് കൽപ്പിച്ചു. പ്രയാസങ്ങൾ ഉണ്ടായി, ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, എല്ലാറ്റിനും പരിഹാരം കൊടുത്തു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിലെ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാരുടെ അഭയകേന്ദ്രമാണ്. അതായിരുന്നു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നമ്മോട് പഠിപ്പിക്കുന്നത്. അതിന് മസ്ജിദുമായിട്ട് മനുഷ്യന്റെ മനസ്സെടുക്കണം. കണ്ണ് രണ്ടും കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, എനിക്ക് രണ്ട് കണ്ണും കാണില്ല നബിയേ, എനിക്ക് രണ്ട് കണ്ണും കാണില്ല, ഞാൻ അന്ധനാണല്ലോ, ഞാൻ കുരുടനാണല്ലോ, എനിക്ക് പള്ളിയിലേക്ക് പോയിട്ട് ജമാഅത്തിൽ പങ്കെടുക്കൽ നിർബന്ധമുണ്ടോ? ഞാൻ പള്ളിയിലേക്ക് പോകേണ്ടതുണ്ടോ? ആ
ആദ്യത്തെ മറുപടി റസൂലുള്ള പറഞ്ഞത്, കുഴപ്പമില്ല, നിങ്ങൾക്ക് കണ്ണ് കാണൂലല്ലോ, നിങ്ങൾ പോയിക്കോ, നിങ്ങൾക്ക് പള്ളിയിലേക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞു. പിന്നീട് അള്ളാഹ് അറിയിച്ചു കൊടുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അതാ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന രണ്ട് കണ്ണും കാണാത്ത മനുഷ്യൻ തിരിഞ്ഞു നടക്കുമ്പോ, സ്വഹാബി തിരിഞ്ഞു നടക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയാണ്, അബ്ദുല്ലാഹ്, നിങ്ങൾക്ക് രണ്ട് കണ്ണ് കാണുന്നില്ലെങ്കിലും പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്, പള്ളിയിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോയിരിക്കണം, നിങ്ങളും പള്ളിയിലേക്ക് പോയിരിക്കണമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ഫിഖ്ഹിന്റെ മസലയല്ല ഞാൻ ഇവിടെ പറയുന്നത്. ഫിഖ്ഹിലേക്ക് ഒരുപാട് ഉദറുകളുണ്ട്, കാരണങ്ങളുണ്ട്, ജമാഅത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത കാരണങ്ങളുണ്ട്. ഞാൻ ഫിഖ്ഹിന്റെ കാര്യം ഇവിടെ പറയുകയല്ല, പക്ഷെ അതിന്റെ ഗൗരവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. രണ്ട് കണ്ണും കാണാത്ത മനുഷ്യനോട്, സ്വഹാബിയോട് പള്ളിയിലേക്ക് പോകണമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇതാ റമളാൻ വരുമ്പോൾ നമ്മുടെ പള്ളി സുബ്ഹ് നിസ്കാരത്തിന് നിറഞ്ഞു കവിയും. റമളാൻ വരുമ്പോൾ നമ്മുടെ പള്ളികൾ തറാവീഹ് നിസ്കാരത്തിനും ഒരുപക്ഷേ നിറയും. ഞാൻ ഒരുപക്ഷേ എന്ന് പറയാൻ കാരണം ഇപ്പൊ റമളാനിനും നിറയുന്നില്ല, സ്റ്റാളുകളാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ന് ഭക്ഷണത്തിന്റെ മാസമാണ്. മറ്റു മതക്കാർ പോലും നമ്മെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിൽ എവിടെ നോക്കിയാലും പന്തൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നിങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോ റോഡ് സൈഡുകളിൽ ഇതാ പന്തലുകൾ ഇങ്ങനെ നാട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അതെന്നറിയോ? റമളാനിന്റെ രാത്രികളെ ഹയാത്താക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഏത് ജാതി ഹയാത്താക്കലാണത്? അള്ളാഹുവിനെ ദിക്ർ കൊണ്ട് ഹയാത്താക്കലല്ല, അള്ളാഹുവിന്റെ ഓർമ്മ കൊണ്ട് ഹയാത്താക്കലല്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ റമളാനിൽ മാത്രം പ്രത്യേകമായ തറാവീഹ് കൊണ്ടും റമളാനിനെ ഹയാത്താക്കലല്ല, മറിച്ച് നിയന്ത്രിക്കപ്പെട്ടാലാണ് ശരിയായ നോമ്പ് കിട്ടുകയുള്ളൂ എന്ന്. ഭക്ഷണം നിയന്ത്രിച്ചാലേ ശരിയായ നോമ്പ് കിട്ടുകയുള്ളൂ എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അധ്യാപനത്തെ കാറ്റിൽ പറത്തുന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായിട്ട് സ്റ്റാളുകൾ ഉയർന്നു വരികയാണ്. അതിലേക്ക് പർദ്ദയണിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന പെണ്ണുങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ആ റമളാനിന് രാത്രിയാൽ ഹയാത്താക്കുന്നത് ആണുങ്ങൾ മാത്രമല്ല, പല വേഷത്തിലും ഭാവത്തിലും പോകുന്നത് പെണ്ണുങ്ങളുമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ കരുതലോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ബോധം നൽകട്ടെ. നമ്മൾ ഉമ്മത്ത് എവിടേക്കാ പോകുന്നത്? ഇഷ്ടംപോലെ പഠന മേഖലകളുണ്ട് അല്ലേ, മദ്രസയുണ്ട്, വനിതാ ക്ലാസ്സുകളുണ്ട്, റമളാൻ വന്ന ക്ലാസ്സോട് ക്ലാസ്. ഒരു യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കിയാൽ മറ്റു മതക്കാരുടെ പ്രഭാഷണങ്ങളെക്കാളും ഏറ്റവും നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ പ്രഭാഷണങ്ങൾ. എത്ര പഠിക്കാൻ സൗകര്യങ്ങളുണ്ട്, അറബി കോളേജുകളുണ്ട് അല്ലേ, ഒരുപാട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെയും പഠിക്കാൻ സംവിധാനമുണ്ട്. ഇത്രത്തോളം പഠിച്ചിട്ടും നമ്മുടെ ഈമാനിന് എവിടെയോ ചോർച്ച സംഭവിച്ചു കൊണ്ടിരിക്കുകയാ. അതാണ് അഫാൻ എന്ന് പറയുന്ന 23കാരൻ സ്വന്തം ഉമ്മാനെ കൊന്നതിൽ കൂടി നമ്മൾ കണ്ടത്. തന്റെ പ്രണയിയെ പ്രയസഖി ആവുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവളെ വിളിച്ചു വരുത്തി കൊന്നത് നമ്മൾ കണ്ടത്. സ്വന്തം ബന്ധുക്കളെ 6 പേരെ കൊന്നൊടുക്കിയ ചിത്രം നമ്മൾ കണ്ടത്. നിങ്ങൾ ചിന്തിക്കണം, അവിടെ അവസാനിക്കുന്നില്ല. അങ്ങനെ ഈ ആഴ്ച തന്നെ ചിന്തിച്ചാൽ അദ്ദേഹത്തെ ഇവിടുന്ന് പരസ്യമായി ഞാൻ ഇവിടുന്ന് അവഹേളിക്കുന്നത് തെറ്റാണ്. ഒരിക്കലും അഫാനെ കുറ്റപ്പെടുത്തി പറയുകയല്ല. ഇന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. ഒരു പെണ്ണുങ്ങളെ കുറിച്ച് ഏതോ ഒരു ഉസ്താദ് പറഞ്ഞപ്പോ പ്രശ്നമായി, കുഴപ്പമായി. ഒന്നും ഇന്ന് പറയാൻ പറ്റൂല. ഏതോ ഇത്താത്ത എവിടെയോ പോയിട്ട് ഒന്ന് ആർത്തുല്ലസിച്ച് മറ്റിത്താത്തമാരെ വിളിച്ചപ്പോ അത് പ്രശ്നമായി, കേസായി. അതുകൊണ്ട് തന്നെ ഇന്ന് ഒന്നും പറയാൻ പറ്റാത്ത കാലമാണ്. അതുപോലെ അഫാൻ എന്ന ചെറുപ്പക്കാരന്റെ പേര് പറഞ്ഞുകൊണ്ട് അവഹേളിക്കാനല്ല ഞാൻ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയെത്ര സംഭവങ്ങളാ നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. തറാവീഹിന്റെ സമയത്ത് പോലും നമ്മുടെ പള്ളികളുടെ നേരെ ചുമരിന്റെ ഓരത്ത് പോലും ഷെഡുകൾ കെട്ടിക്കൊണ്ട് ഉറക്കപൊഴിഞ്ഞുകൊണ്ട് തീറ്റപ്പണ്ടാരങ്ങളായി മാറുമ്പോ ആ തറാവീഹിന് ആദ്യത്തെ രാത്രികളിൽ കുറച്ച് പള്ളി നിറയും, പിന്നെ ഉണ്ടോ ശൂന്യമാകുന്നു. പിന്നെ അവസാനം
ലൈലത്തുൽ ഖദർ ഇങ്ങനെ അവിടെ വെച്ചത് എടുക്കാൻ വേണ്ടി വരുന്ന 27-ാം രാവ് നമ്മൾ വരും. എന്നിട്ട് ആ ലൈലത്തുൽ ഖദർ എടുത്തിട്ട് അങ്ങോട്ട് പോകും. എന്താ അല്ലേ, ലൈലത്തുൽ ഖദർ അവർക്ക് അവിടെ വെച്ചിരിക്കുകയാണ് ഒരു കവറിൽ പൊതിഞ്ഞിട്ട്. അത് എടുത്തിട്ടൊരു പോക്കാട്. അതിന്റെ ഇടയിൽ പിന്നെ അവർക്ക് മസ്ജിദുമായിട്ട് ബന്ധമുണ്ടോ? അല്ലാഹു അലം. ഞാൻ വലിയൊരാളായിട്ട് പറയുകയല്ല, പക്ഷെ കണ്ണുകൊണ്ട് കാണുന്നത് നിങ്ങളുമായിട്ട് ഒന്ന് പങ്കിടുന്നു എന്ന് മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എവിടേക്കാണ് നമ്മൾ പോകുന്നത്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അയിന തദ്ഹബൂൻ, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? എന്റെ പ്രിയരേ, അബ്ദുല്ലാഹി മക്തൂം റളിയല്ലാഹു അൻഹു എന്ന കണ്ണ് കാണാത്ത വ്യക്തിയോട് പോലും നിങ്ങൾ പള്ളിയിലേക്ക് വരണം എന്ന് മഹാനായ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മസ്ജിദുമായിട്ട് ഹൃദയബന്ധം വേണം. അള്ളാഹുവിന്റെ മസ്ജിദുമായിട്ട് നമുക്ക് ബന്ധം വേണം. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സംസ്കാര മസ്ജിദ് എന്ന് പറയുന്നത് പ്രശ്ന പരിഹാരങ്ങളുടെ കേന്ദ്രമാണ്. മസ്ജിദ് എന്ന് പറയുന്നത് എന്റെ ഉമ്മമാരെ, നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ദീനുമായിട്ട് ബന്ധപ്പെടണം. വാഴന് വരുമ്പോ മാത്രം പർദ്ദയിട്ട് വന്ന് മംഗലം വന്നു കഴിഞ്ഞാൽ പിന്നെ വലിച്ചെറിഞ്ഞ് എന്തു തോന്നിയാവാസ്വാബ. അവിടെ ആരും ചോദിക്കാനും പറയാനില്ല. ഉസ്താദിനൊക്കെ ആകെ ആവശ്യമുള്ളത് മരിച്ചാ ദ്വാരക്കാനാ, അല്ലെങ്കിൽ നിക്കാഹിന് കൈ കൊടുക്കാനാ, പിന്നെ നിങ്ങൾ ആ കാര് കേൾക്കാനാണ് എന്ന മനോഗതി മാറ്റണം. ആ ചിന്താഗതി മാറ്റണം. നമ്മൾ ഖബറിലേക്ക് പോയിട്ട് കിടക്കുമ്പോ ഒറ്റയ്ക്ക് അവിടെ ഉണ്ടാവുകയുള്ളൂ എന്ന ചിന്ത വേണം. അങ്ങനെ ഈ മസ്ജിദ് എന്താണോ നമ്മോട് ആഗ്രഹിക്കുന്നത്, ഉദ്ഘോഷിക്കുന്നത്, ഉത്ബോധിപ്പിക്കുന്നത്, അതിലേക്ക് നമ്മൾ ചെവി കൊടുക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിലേക്ക് മടങ്ങി വരാൻ സാധിക്കണം. ഖുർആൻ പറഞ്ഞത് നിങ്ങൾ ഇസ്ലാമാവുക, മുസ്ലിമാവുക എന്ന് മാത്രമല്ല, നിങ്ങൾ പൂർണ്ണമായും ഇസ്ലാമിൽ പ്രവേശിക്കണം. അതിന് പ്രചോദനമാവട്ടെ നമ്മുടെ ഇന്നത്തെ സംരംഭം എന്ന് ആഗ്രഹിച്ചുകൊണ്ടും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ തൽക്കാലം എന്റെ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട നമ്മുടെ പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ നമ്മുടെ സ്ഥലത്തെത്തി. നിമിഷങ്ങൾ കൊണ്ട് നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന വിനീത വസിയത്തോടുകൂടി പറയുമ്പോ മുന്നേറിയൊരു ഭാഗം തന്നെയാണ്. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ വേറെ പള്ളി വേറെ മഹല്ലിൽ പറഞ്ഞാലും ലാസ്റ്റ് വേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് വേണ്ടത് നിങ്ങളുടെ പ്രയാസം നിങ്ങളെ കൊണ്ടുവരുമ്പോ അല്ലേ, നമ്മളെ പള്ളിയിലേക്ക് വായ്പ പള്ളികളെ കയറ്റാതെ ആ നൂഞ്ഞേരിയുടെ പള്ളിക്കാറ്റിലെ കബറിലേക്ക് നിങ്ങൾ കൊണ്ടുപോയില്ല. അതുകൊണ്ട് വല്ലാത്തൊരു ബന്ധവും അല്ലേ നൂഞ്ഞേരി ആരുമായി. എന്നാൽ എല്ലാത്തിനും ഉപരി നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നമുക്ക് വലിയ വെളിച്ചം നൽകുന്ന ഒരു അവരുടെ പിതാവിന്റെയും പിതാമഹന്മാരുടെയും പരിശുദ്ധമായ അനുഗ്രഹീതമായ മണ്ണാണ് ഈ പരിസരങ്ങൾ. കുറച്ചുകൂടി അപ്പുറത്താണ് മഹാന പിതാവ് കിടക്കുന്നത്. മഹാനായ കുഞ്ഞഹമ്മദ് ഷേഖ് സൂഫി എന്ന പിതാമഹനാണെങ്കിലോ കേരളത്തിന്റെ നക്ഷബന്ദി യാത്രയുടെ ഹലീഫയാണ്. മനസ്സിലാക്കിക്കൊണ്ട് ആ വഴിയിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകുവാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണമെന്ന് മാത്രം ആദ്യമായി എന്നോടും എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിശ്വാസത്തിനെ വിരാമം കുറിക്കുന്നു. കിഡ്നി പേഷ്യന്റിന്റെ ഭക്ഷണത്തിന് തലമുറകളിലൂടെ കൈമാറി
നാട്ടിലെ ആഭാരവൃത്തം നശിച്ചേർത്ത് വിളിച്ച ആത്മീയ ശരണയുടെ മണ്ണ് ജനായത്തിന്റെ ശബ്ദസുന്ദരാദർശം നൽകിയ ജീവിതയിൽ പുനരുദ്ധാനത്തിന്റെ വിപ്ലവം പരിജ്ഞാനം നേടിയെടുത്ത ദാരിദ്ര്യ പ്രദേശത്തിന്റെ മണ്ണും മനവും പള്ളിയും പള്ളിദർശയുടെ ഈ അനുഷ്ഠിത സംസ്കാരത്തിന്റെ പരമ്പരാഗത വഴികളിൽ ദീനീ ചൈതന്യത്തിന്റെ പ്രകാശഗോപുരമായ നമ്മുടെ മസ്ജിദിന്റെ നവീകരണത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്താൽ സാഭിമാനമായി ഇതിന്റെ ശായം സന്ധ്യ അതെ പ്രദേശത്തിന്റെ മണ്ണും മനസ്സും മറ്റും ചൈതന്യം സാക്ഷാത്കരിക്കുകയാണ് നവീകരിച്ച ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടകർക്കും കഥ പറയുന്ന കാലഘട്ടപ്പണിയുടെ തീരത്ത് സ്നേഹവസന്തത്തിന്റെ പൂമരത്തണലായ പാലക്കാട് അഭിമന്യനായകം വഹിച്ചുകൊണ്ട് നിർവഹിക്കുന്നു നമ്മുടെ നഗരിയിലേക്ക് അഭിമന്യനായ മസ്ജിദ് മത്സരത്തിലേക്ക് സ്വാഭിമാനം ക്ഷണിക്കുകയാണ്. സ്നേഹമുള്ളവരെ, പരിപാടിയാണല്ലേ?
Razi, Jawadi. സ്നേഹമുള്ളവരെ, ഗാലി പ്രദേശത്തിന്റെ മണ്ണും മനസ്സും മറ്റൊരു ചരിത്രവും ഉന്നതിയുടെ സാക്ഷ്യം വഹിക്കുകയാണ്. നവീകരിച്ച പാലക്കാട് കൊളത്തനിക്കൽ തറവാട്ടിന്റെ മനോഹര സന്നിധി ശിബിരനാമങ്ങൾ നിർവഹിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു ലാ ഇലാഹ
اللهم صل على سيدنا محمد. الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. حي على الصلاة حي على الفلاح. قد قامت الصلاة قد قامت الصلاة. الله أكبر الله أكبر. لا إله إلا الله. വീണ്ടും കിട്ടുള്ളൂ. ദ്വാരത്തിന് കിട്ടുമോ നോക്കല്ലോ, ദ്വാര കിട്ടുമോ നോക്കല്ലോ. ഉള്ളിലേക്ക് കയറാനുള്ള വല്ല വഴിയുണ്ടോ? എന്റെ ക്ലോസപ്പ്. ഹായ്. ലാപ്പ് വേണോ? ചില അത് പറഞ്ഞു അവനോട് ആദ്യം എന്റെ എടുത്തോണ്ടിരിക്കണം. പറയണ എന്താണോ ഉണ്ടാ കൊടുക്കുന്ന ആയാ ഇവനെ കൂട്ടി പോവാന്ന് വെച്ചാൽ നല്ല വൃത്തിക്കന്നെ
സ്നേഹമുള്ളവരെ, കാലഘട്ടത്തിൽ സമാശ്വാസത്തിന്റെ വേദിയിൽ പകരുന്നു. ലക്ഷപതിയ ആത്മീയ സരണിയുടെ പ്രവർത്തനമായ മുഹമ്മദ് കുട്ടികളുടെ ഇതിഹാസ ജീവിതത്തിന്റെ കർമ്മകാണ്ഡം രചിക്കാൻ അനുഗ്രഹീതമായമാണ്. അനുഭവമായ അനുഭൂതിയോടെ തലമുറകളുടെ കൈമാറി ഈ നാട്ടിലെ ആഭാരങ്ങൾ നെഞ്ചുചേർത്ത് പിടിച്ച റിഫായിയ ആത്മീയ സരണിയുടെ മണ്ണ് അഹിംസയോജനമായും സരസ്വത ആദർശങ്ങളുടെ ജീവിതയിൽ ഭാരതീയ വിപ്ലവം നേടിയ ദാരിദ്ര്യത്തിന്റെ മണ്ഡലം സംസ്കാരത്തിന്റെ ദീനി ചൈതന്യത്തിന്റെ പ്രകാശഗോപുരമായ നമ്മുടെ വസ്തുവിന്റെ നവീകരണത്തിന്റെ സൗസാക്ഷാത്കാരത്താൽ സാധ്യമായ ഇന്നിന്റെ സന്ധ്യ സമാപന സമ്മേളനം നമ്മുടെ ഇവിടെ സമാധാനിക്കുകയാണ്. ജനനദിനം പാതിപ്രദമാണ്. മലയാളത്തിൽ മതസൗഹാർദ്ദത്തിന്റെ വരെ കൊണ്ടുവരുന്ന ഒരു പൂ ചോദിച്ചവർക്കൊരു ഒരു മന്ദസ്മിതമാഗ്രഹിച്ചവർക്കൊരു മന്ദമാരുതന്മേ വർഗീയതയുടെയും തീവ്രവാദത്തിന്റെയും ഉറക്കം കെടുത്തലുകളിൽ നിന്ന് ആത്മസംയമനത്തിന്റെ താരാട്ട് പാട്ടുപാടി കേരളീയ ജനഹൃദയങ്ങൾക്കിടയിൽ സ്നേഹ സൗഹൃദ സങ്കീർത്തന ഗീതം പാടി പാരമ്പര്യത്തിന്റെ മൂഷയിൽ പവിത്രത കൊണ്ട് വാർത്തെടുക്കപ്പെട്ട പരിശുദ്ധ വ്യക്തിത്വങ്ങളായി കഥ പറഞ്ഞൊഴുകുന്ന കടലുള്ളിപ്പുഴയുടെ തീരത്തെ സ്നേഹവസന്തത്തിന്റെ പൂമരത്തണലായി പാണക്കാട് അഭിമന്യ താരകം പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പ്രൗഢമായ ഈ വേദിയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. മുഴുവൻ ദീനീ സ്നേഹികളെയും ഞങ്ങൾ ദാലിൽ മുഹിദ്ദീൻ ജുമാ മസ്ജിദ് സമാപന പൊതുസമ്മേളനത്തിന്റെ പ്രൗഢികമായ സമാപന ഉദ്ഘാടന പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പൊതുസമ്മേളനത്തിന് ശേഷം ഈ വേദിയിൽ നടക്കുന്ന അവരുടെ ഗംഭീരമായ പ്രഭാഷണത്തിൽ കേരളക്കരയിലെ യുവ പണ്ഡിതനും പ്രമുഖ പ്രഭാഷകനുമായ അബ്ദുൾ റസാഖ് അബരാരി പത്തനംതിട്ട നാം അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. മുഴുവൻ ആളുകളെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പ്രൗഢമായ ഈ വേദിയിൽ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിക്കുന്നത് ദാലിൽ മുഹിദ്ദീൻ ജുമാ മസ്ജിദ് ഖതീബ് മുദരിസായ അഭിനന്ദനായ ജിയാദ് ഫൈലി അവറുകളാണ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله
رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد من شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه كافي مزيدا. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. اللهم وصل وبلغ مثله وما قرنا من القران العظيم الى حضره روح سيدنا محمد صلى الله عليه وسلم ثم الى حضره روح الانبياء المرسلين ثم الى حضره ازواج التوراة المؤمنين ثم الى حضره النبيين ثم الى حضره الخير اجمعين. اللهم بحقهم جميع بركات باركنا في جميع امورنا خصوصا في امرنا هذا رب العالمين في بناء هذا المسجد يا رب العالمين. اللهم ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. മഹല്ല് ജനറൽ സെക്രട്ടറിയും സ്വാഗത സംഘം ജനറൽ കൺവീനറുമായ കെ യൂസുഫ് സാഹിബ് സ്വാഗതം ആശംസിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. സദസ്സിലിരിക്കുന്ന ആദരണീയരായ തങ്ങളടക്കമുള്ള മഹത്തുക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, കമ്മിറ്റി ഭാരവാഹികളെ, ഇവിടെ ഹാജരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രയത്നത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സാഫല്യമാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. പ്രദേശത്തുള്ള മസ്ജിദുകളെ താരതമ്യം ചെയ്യുമ്പോൾ അല്പം തടക്കവുമുള്ള ഒരു പള്ളിയാണ് നമ്മുടെ. അതിൻ്റെതായിട്ടുള്ള അഭംഗി മറികടക്കുക എന്ന് ഉദ്ദേശിച്ചത് ആണ് നമ്മൾ ഈ പള്ളിയുടെ നവീകരണ പ്രവർത്തിക്ക് തുടക്കം കുറിച്ചത്. വളരെ മനോഹരമായിട്ട് പള്ളി ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ അക്കമഴിഞ്ഞ പിന്തുണയും സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ്. വിശേഷ്യ പ്രവാസി സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ പിന്തുണയും അധ്വാനവുമാണ് നമുക്ക് ഇത് യാഥാർത്ഥ്യമാക്കി തന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പ്രവാസികളെ പറ്റി പറയുമ്പോൾ വളരെ സാധാരണക്കാരായ ആളുകളാണ്.
ഗൾഫ് നാടുകളിൽ ചെറിയ ചെറിയ സംരംഭങ്ങളും ചെറിയ ശമ്പളത്തിലൊക്കെ ആയിട്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ പ്രയാസപ്പെടുന്ന സാധാരണക്കാരായ ആളുകൾ, അവരുടെ അധ്വാനവും വിയർപ്പുമാണ് ഈ അലങ്കാര വെളിച്ചങ്ങൾക്ക് മുന്നിൽ നാം നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ആ പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഞങ്ങളും അവരും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പലതരത്തിലുള്ള ആളുകളുണ്ട് അവർക്കിടയിൽ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ. ആ രോഗങ്ങൾക്കിടയിലും വീട്ടിൽ വിശ്രമിക്കേണ്ട സമയത്തും ഗൾഫ് നാടുകളിൽ കഫ്തീരിയയിലും ബക്കാരിയിലൊക്കെ കഷ്ടപ്പെട്ട് കുടുംബത്തെ പോറ്റാൻ ശ്രമിക്കുന്ന ആളുകൾ, ഏത് നിമിഷവും ജോലി നഷ്ടപ്പെടാമെന്ന ആദ്യം വ്യാധിയുമുള്ള ആളുകൾ, വിസിറ്റ് വിസയിലൊക്കെ പോയിട്ട് ജോലി കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, അവർക്ക് എല്ലാം വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അവരും ഞങ്ങളും നിങ്ങളോട് ആവശ്യപ്പെടുന്ന സംഗതി. അവരുടെ ജോലിയിലും എല്ലാ കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ എല്ലാ മതസ്ഥാപനങ്ങളും, പള്ളികളാകട്ടെ അറബിക് കോളേജുകളാകട്ടെ, എല്ലാ ദീനീ സ്ഥാപനങ്ങളുടെയും മുന്നേറ്റത്തിന് നിദാനമായിട്ടുള്ള ഈ പ്രവാസികളുടെ അധ്വാനമാണ്. എല്ലാ സ്ഥാപനങ്ങളുടെയും ശിലാഫലകങ്ങളിൽ എഴുതപ്പെടാതെ എഴുതിക്കിടക്കുന്ന നാമമാണ് പ്രവാസി എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുകയും അവരുടെ വിഷമഘട്ടങ്ങളെ കൂടെ നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇന്നിവിടെ ഈ വിശിഷ്ടമായ നിമിഷങ്ങളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹാഭാഗ്യം എന്ന് പറയുന്നത് മുഖവുര ആവശ്യമില്ലാത്ത ആമുഖം ആവശ്യമില്ലാത്ത ഒരു തറവാട്ടിൻ്റെ ഒരു മഹാ വ്യക്തിത്വം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പാണക്കാട്ട് കുടുംബം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഏതൊരു വീട്ടിലാണോ ആളുകൾക്ക് നിർഭയം കയറി ചെല്ലാൻ കഴിയുക, അവരുടെ ആധികളും സങ്കടങ്ങളും കേൾക്കുവാൻ തയ്യാറുള്ള മഹത്തുക്കൾ ഏതൊരു വീട്ടിലാണ് അവരെയും കാത്തിരിക്കുന്നത്. ചെറിയവരെന്നോ വലിയവരെന്നോ ജാതി മത ഭേദങ്ങൾക്ക് അതീതമായിട്ട് ആരെയും സ്വീകരിക്കാൻ 24 മണിക്കൂറും കതകുകൾ മലക്കെ തുറന്നിട്ടിരിക്കുന്ന ഏതൊരു വീടാണ് ലോകത്ത് ഉള്ളത്, അത് അഭിമാനത്തോടെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അത് നമ്മുടെ കൊച്ചു കേരളത്തിലെ പാണക്കാട് കുടുംബമാണെന്ന് പറയാൻ വേണ്ടി കഴിയും. ആ തറവാടാണ് പാണക്കാട് കുടുംബം എന്ന് പറയുന്നത്. അത് നമ്മുടെ ആശ്വാസവും പ്രതീക്ഷയുമാണ്. മലയാള മനോരമ എഡിറ്റർ ജോണി ലൂക്കോസ് അഭിവന്ദ്യനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളോട് ഒരു അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട്, തങ്ങൾ എന്തറിയാനാണ് ഇഷ്ടപ്പെടുന്നത്, എങ്ങനെ അറിയാനാണ് ഇഷ്ടപ്പെടുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒരു സാധാരണക്കാരനായി അറിയപ്പെടാനാണ് ആഗ്രഹം എന്ന്. അതാണ് പാണക്കാട് കുടുംബം എന്ന് പറയുന്നത്. ബാബരി മസ്ജിദിന്റെ 1ഉം 2ഉം താഴികക്കൂടങ്ങൾ നിലം പൊത്തിയിരിക്കുന്നു. വർഗീയ ശക്തികളുടെ ആർത്തനാദം മുഴങ്ങുകയാണ് ആ ഭൂമികയിൽ. മൂന്നാമത്തെ താഴികക്കൂടവും തകർത്തെറിയുവാൻ വേണ്ടി അതിന്റെ നേതൃത്വം ആ പ്രവർത്തകരെ ഇങ്ങനെ ഉന്മാദം കൊള്ളിച്ചുകൊണ്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങ് കേരളത്തിൽ പത്രലേഖകർ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു, പാണക്കാട് തറവാട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. തങ്ങളോട് ചോദിക്കുന്നു, തങ്ങൾ അവർകളെ
തങ്ങളിത് കാണുന്നില്ലേ? അപ്പോൾ ആ മഹാനുഭാവന്റെ മറുപടി എന്ന് പറയുന്നത്, ഈ കേരളത്തിൽ ഒരു ആരാധനാലയത്തിനും നേരെ ഒരു ചെറുകല്ല് പോലും വീഴരുത് എന്നുള്ള ആഹ്വാനമാണ്, പ്രതീക്ഷയുടെ വാചകങ്ങളാണ്. അതെ, ആ കുടുംബം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മതേതരത്വത്തിന് മുകളിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മഹാവൃക്ഷമാണ്. സുഹൃത്തുക്കളെ, പള്ളി ഒരു ആത്മീയ കേന്ദ്രമാണ്. അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യപ്പെടുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മഹൽ ഗേഹമാണ്. അതോടൊപ്പം തന്നെ ഒരു നാടിന്റെ നന്മയുടെ പ്രസരണം നടത്തുന്ന വിളക്കുമാടവും കൂടിയാണ്. ദീനീ സംസ്കാരവും നന്മയും പ്രസരിക്കേണ്ടത് പള്ളിയിൽ വെച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് വളരെ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാക്ഷസീയത, പൈശാചികത ആഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. സ്വന്തം അമ്മയുടെയും സ്വന്തം ഉമ്മയുടെയും ഉപ്പയുടെയൊക്കെ പ്രായമായ മാതാപിതാക്കളുടെ കഴുത്ത് കോഴിയെ അറുക്കുന്ന ലാഘവത്തോടെ കുട്ടികൾ അറുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വാർത്തകൾ ഇപ്പോൾ സമീപ കാലങ്ങളിലായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്ക് ഉത്കണ്ഠമുണ്ടാക്കുന്ന വാർത്തകളാണ്. നമ്മുടെ കുട്ടികൾ സുരക്ഷിതരല്ല, നമ്മുടെ മാതാപിതാക്കൾ സുരക്ഷിതരല്ല, നമ്മുടെ കുട്ടികളല്ലാതായി മാറിയിരിക്കുന്നു. അവർ കുട്ടികളല്ല. ഏറ്റവും പുതിയ വാർത്ത നിങ്ങൾക്കറിയാലോ, ഒരു കുടുംബത്തിലെ 5 പേരെയാണ് ഒരു കുട്ടി കൊന്നു തള്ളിയിരിക്കുന്നത്. വീട്ടിലേക്ക് വരുന്ന ഒരു പെൺകുട്ടി, ഒരു മകൾ വീട്ടിലേക്ക് കയറി ചെന്ന് കഥ കടച്ചു കഴിഞ്ഞാൽ ഉമ്മാക്കും ഉപ്പാക്കും ആധിയാണ്, അല്ലെ? ആധിയാണ്. ഒരു കുട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയേക്ക് പോകുമ്പോൾ, വാതിലും ചാരി പോകുമ്പോൾ ആ കുട്ടിയുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് 1000 വാതിലുകളാണ്. അതിൽ 90% അധാർമികതയുടെ, പൈശാചികതയുടെ, കെണികളുടെ വാതിലുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അധാർമികക്കെതിരെ, പൈശാചികതയ്ക്കെതിരെയുള്ള കൂട്ടായ്മയും ജാഗ്രതയും നമുക്ക് പള്ളിയിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. പള്ളി ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറേണ്ടതുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടകർ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്, പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പൊതുസമ്മേളനത്തിലാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയരായ പാണക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങളെ ഈ നാട്ടിന് വേണ്ടി, കമ്മിറ്റിക്ക് വേണ്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ മഹിതമായ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ UAE കമ്മിറ്റിയുടെ, ദാലിൽ മഹല്ല് ഗൾഫ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി കുറഞ്ഞ വർഷക്കാലം കൊണ്ട് ഗൾഫ് നാടുകളിൽ ചിതറി കിടക്കുന്ന, അങ്ങിങ്ങായി കിടക്കുന്ന പ്രവർത്തകരെ എല്ലാം ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി അവർക്ക് നല്ല ദിശാബോധം നൽകി മഹല്ലിന്റെ പുരോഗതിക്കായി അവരെ പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്ന അഭിവന്ദനായിട്ടുള്ള അതിന്റെ പ്രസിഡന്റ് VP അബ്ദുസ്സലാം അവർകളാണ്. അദ്ദേഹമാണ് ഇതിന് അധ്യക്ഷത വഹിക്കുന്നത്. അദ്ദേഹത്തെയും ആദരവും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക. ഇന്നത്തെ ഈ മജ്ലിസിൽ, ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് പ്രമുഖ വാഗ്മി അബ്ദുൾ റസാഖ് അബുറാറി പത്തനംതിട്ട ഉസ്താദ് അവർ നേരത്തെ തന്നെ നമ്മുടെ മഹലിലേക്ക് വന്നു. അദ്ദേഹത്തെയും ഈ നാട്ടുകാർക്ക് വേണ്ടി, മഹലത്തിന് വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. ഈ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ നിർമ്മാണ ഘട്ടങ്ങളിലെ വിവിധ നാളുവഴികളെ കുറിച്ച് വിശദമായ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് നമ്മുടെ ഈ പരിപാടിയുടെ സ്വാഗത സംഘം
കൺവീനറായിട്ടുള്ള കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായിട്ടുള്ള AP നൂറുദ്ദീൻ അവർകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കരീം സാഹിബ്, അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ്. ചേലേരിയിൽ നിന്ന് കേരളത്തോളം വളർന്ന വലിയ നേതാവാണ് അബ്ദുൽ കരീം ചേലേരി സാഹിബ്. അദ്ദേഹത്തെയും ബഹുമാന പുരസ്കാരം ഈ വേദിയിലേക്ക്, ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക. വേദിയിലുള്ള അസഫ് അൽ കാസിമി ഉസ്താദ് 2 ദിവസം മുമ്പ് വയതിനും ഇവിടെ വന്നിരുന്നു. നമ്മൾ ഏത് കാര്യങ്ങൾക്കും സമീപിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് കാസിമി ഉസ്താദ്. നൂനേരി ദർസ് കേരളത്തിലെ ഏറ്റവും മികച്ച ദർസായി തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് നൂനേരി ദർസാണ്. 100-ൽ പരം വിദ്യാർത്ഥികളാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉസ്താദ് അവർകളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് കാവട്ടിക്ക UK അബ്ദുൽ ഖാദർ സാഹിബ് ഈ പണി സ്റ്റാർട്ട് ചെയ്തത് മുതൽ എല്ലാ ദിവസങ്ങളിലും ഇവിടെ വരികയും പണിയുടെ ഓരോ ഘട്ടങ്ങളിൽ ഇടപെടുകയും കൃത്യമായി നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്ത് ശാരീരികമായി വളരെയധികം അധ്വാനിച്ചിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വമാണ് കാവട്ടിക്ക. അദ്ദേഹം നമ്മുടെ ഈ സ്വാഗത സംഘത്തിന്റെ മുഖ്യ രക്ഷാധികാരിയും കൂടിയാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുക. നമ്മുടെ ഖത്തീബ് സിയാദ് ഫേസി ഉസ്താദ് നമ്മുടെ മുദരിസും കൂടിയാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മഹലിന്റെ മുൻ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഹാജി അവർകൾ പള്ളിയുടെ പഴയ കാലത്ത് ഈ പള്ളിക്കും സ്ഥാപനങ്ങൾക്കും വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള മഹനീയ വ്യക്തിത്വമാണ് അബ്ദുൽ ഖാദർ ഹാജി അവർകൾ. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മഹലിൽ തന്നെ തൊട്ടടുത്തുള്ള താജുൽ ഉലമ സെന്ററിലെ ഇമാം മുഹമ്മദ് ഷബീർ സഖാഫി, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ബഹുമാനത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക. മദ്രസ സദർ മുഅല്ലിം അഷ്റഫ് മൗലവി ഉസ്താദ്, അതുപോലെ തന്നെ നൂനേരി സംയുക്ത മഹൽ ജമാഅത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് മേമിക്ക, നദീം DP അറമുള്ളാൻ, നമ്മുടെയൊക്കെ മഹലിന്റെയും ഒക്കെ മുൻകാല പ്രവർത്തകനാണ് DP അറമുള്ളാൻ സാഹിബ്. KV അബ്ദുസ്സലാം, ഈ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് O നൂറുദ്ദീൻ മാസ്റ്റർ, ഗൾഫ് കമ്മിറ്റിയുടെ VP സിദ്ദീഖ്, TM അബ്ദുൽ ഖാദർ, VP സുഹൈൽ, മുഹമ്മദ് PK, കമറുദ്ദീൻ C, എല്ലാവരെയും നിങ്ങൾക്ക് വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ മുത്തവല്ലി നൂനേരി മുത്തവല്ലി മുഹമ്മദ് ഹാജി അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരും കുട്ടികളടക്കമുള്ള മുഴുവൻ ആളുകളെയും ഈ മഹനീയ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ ഭാഷണം നടത്തുന്നതിന് വേണ്ടി VP അബ്ദുസ്സലാം സാഹിബ് അവരെ ക്ഷണിച്ചുകൊണ്ടും നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സക്രിയമായ ഇടപെടലിലൂടെ ദാലിൽ മഹല്ലി ഗൾഫ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകിക്കൊണ്ടിരിക്കുന്ന അഭിനന്ദനായ UAE കമ്മിറ്റിയുടെ സമാദരണീയ പ്രസിഡന്റ് VP അബ്ദുസ്സലാം സാഹിബ് അധ്യക്ഷത പദം അലങ്കരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുനർനിർമ്മിച്ച ദാലിൽ ജുമാ മസ്ജിദ്, അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗൾഫ് കമ്മിറ്റി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ഇങ്ങനൊരു മസ്ജിദ് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സഹായസാരങ്ങൾ സ്വരൂപിക്കുന്നതിന് വേണ്ടിയും അതിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റിയതിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സഹഭാരവികളായ ഗൾഫ് കമ്മിറ്റി പ്രതിനിധികളും ഇതിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അൽഹംദുലില്ലാഹ് ഇങ്ങനൊരു കർമ്മം നമുക്കിവിടെ നിർവഹിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അതോടുകൂടി തന്നെ
ഗൾഫ് കമ്മിറ്റി കൂടാതെ നാട്ടിലുള്ള എല്ലാവരുടെയും ഉമ്മമാരുടെയും സഹോദരി എല്ലാവരുടെയും നല്ലൊരു സഹകരണം ഇതിന് കിട്ടിയിട്ടുണ്ട്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി മസ്ജിദ് നവീകരണ പ്രവർത്തിയുടെ നാൾവഴികളെ കുറിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് കമ്മിറ്റി സെക്രട്ടറിയും സ്വാതന്ത്ര്യസംഘം കൺവീനറുമായ AP നൂറുദ്ദീൻ അവതരിപ്പിക്കുന്നു. ഏറെ ആദരണീയനായ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ VP അബ്ദുസ്സലാം സാഹിബ്, ഈ വേദിയിലെ ബഹിഷ്ഠരായ ഉലമാക്കൾ, ഉംറാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട മഹല്ലത്തിലെ സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഈ സായാസന്ധ്യാ നേരത്ത് ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയാണ് ഈ ദാൽ പ്രദേശത്തെ ഓരോ ആളുകളും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഏറെ അഭിമാനമെന്ന് പറയാൻ കാരണം പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ കരങ്ങളാൽ നമ്മുടെ നവീകരിച്ച ഈ ജുമാ മസ്ജിദ് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഏകദേശം 100ഓളം വർഷം പഴക്കം ഉണ്ട് നമ്മുടെ ഈ ആത്മീയ കേന്ദ്രത്തിന്. ഉത്തക്കനിക്ക് എന്ന വ്യക്തി ഒരു ശ്രാമ്പിയായി സ്ഥാപിച്ച അതിലൂടെ രൂപം കൊണ്ട നമ്മുടെ ഈ ആത്മീയ കേന്ദ്രം വിവിധ കാലഘട്ടങ്ങളിലൂടെ നമ്മുടെ നാട് വികസിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആത്മീയ കേന്ദ്രവും അതിൻ്റെതായ വികാസം പ്രാപിച്ചു. അവസാനമായി നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ പ്രവാസി സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ സഹായ സഹകരണത്തോടെയാണ് നമ്മുടെ ഈ ആത്മീയ കേന്ദ്രം ഇന്ന് ഈ നിലയിൽ ആയിട്ടുള്ളത്. അവരോടൊപ്പം ചേർത്ത് പറയാനുള്ള ഒരാളുകളാണ് നമ്മുടെ നാട്ടിലെ സഹോദരിമാർ. എന്താവശ്യം പറഞ്ഞാലും യാതൊരു മടിയുമില്ലാതെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച് നമ്മോട് സഹകരിക്കുന്ന ഈ നാട്ടിലെ സഹോദരിമാർ, അവരാണ് ഇന്നത്തെ ഭക്ഷണം നമുക്ക് ഏർപ്പാടാക്കിയിട്ടുള്ളത് എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ ആത്മീയ കേന്ദ്രം ദാൽ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് നവീകരണം പൂർത്തിയാക്കി വിശ്വാസികൾക്ക് ആരാധനക്കായി തുറന്നു കൊടുക്കുകയാണ്. അതിന് തൗഫീക്ക് നൽകിയ കാരുണ്യവനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ്. നമ്മുടെ മഹല്ലിലെ ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരവും സന്തോഷകരവുമായ ദിവസമാണിന്ന്. നമ്മുടെ നാട്ടിലെ നല്ലവരായ മുഴുവൻ ആളുകളുടെയും കൂട്ടായ്മയുടെയും കഠിന പ്രയത്നത്തിന്റെയും വിജയമാണിത്. പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി സഹോദരന്മാരുടെ അകമഴിഞ്ഞ പിന്തുണയും സമർപ്പണവുമാണ് മനോഹരമായ രീതിയിൽ നമ്മുടെ പള്ളി പുനഃസംവിധാനിക്കാൻ നമുക്ക് സാധിച്ചത്. ഏകദേശം 1 നൂറ്റാണ്ടോളം പഴക്കമുണ്ട് നമ്മുടെ നാട്ടിലെ ആത്മീയ കേന്ദ്രത്തിന്. ഉത്തക്കനിക്ക എന്ന വ്യക്തിയാണ് ആദ്യമായി സ്ഥാപിച്ചത്. 1986 ഡിസംബർ 12 ബഹുമാനായ ഉസ്താദ് PKB അബ്ദുസ്സലാം മൗലവിയാണ് നമ്മുടെ ഈ പള്ളിക്ക് കുറ്റിയടി കർമ്മം നിർവഹിച്ചത്. 1989 മാർച്ച് 9 ആദരണീയനായ ഉള്ളാളം തങ്ങൾ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അത് നിർമ്മിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത പൂർവികനായ ആളുകളെ പ്രത്യേകം സ്മരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം അവരിൽ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പല മാറ്റങ്ങളും പിന്നീട് പല ഘട്ടങ്ങളിലായി ഉണ്ടായി. വിശ്വാസികൾക്ക് കൂടുതൽ ആരാധനാ സൗകര്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് വന്നിട്ടുള്ള കമ്മിറ്റികൾ കാലാനുസൃതമായി സംവിധാനിക്കുവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാലപ്പഴക്കത്തിന്റെ അഭംഗി പ്രകടമായി തുടങ്ങിയപ്പോഴാണ് പള്ളിയുടെ മുൻഭാഗം മോടികൂട്ടി ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് കമ്മിറ്റി തീരുമാനിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഗൾഫിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദാലിൽ മഹല്ല് ഗൾഫ് കമ്മിറ്റിയുടെ മുമ്പാകെ നാം ഇക്കാര്യം അവതരിപ്പിച്ചു. കമ്മിറ്റി ഈ വിഷയത്തിലേറെ അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കുകയും പള്ളി നവീകരണവുമായി മുന്നോട്ട് പോകുവാൻ മഹല്ല് കമ്മിറ്റിക്ക് പ്രേരണയും പിന്തുണയും നൽകി. പ്രാർത്ഥനയ്ക്കെത്തുന്നവർക്ക്, വിശിഷ്യ പ്രായമായവർക്ക് കയറുവാനേറെ പ്രയാസപ്പെടുന്ന മുൻഭാഗത്തുള്ള സ്റ്റെപ്പുകൾ മാറ്റുക, നിലവിലുള്ള ഹൗദ് സ്ഥാനമാറ്റം വരുത്തി ഭംഗിയാക്കുക, പള്ളിയുടെ ഉൾഭാഗം സീലിംഗ് വർക്ക് നടത്തുക എന്നിങ്ങനെ 3 പ്രധാന ആവശ്യങ്ങളായിരുന്നു നമ്മുടെ ആദ്യ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. ഇതിനായി 3 ആർക്കിടെക്ടർമാരെ കൊണ്ടുവരികയും എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തു. അവയിൽ നിന്ന് നമ്മുടെ നാട്ടുകാരൻ തന്നെ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട CP മുഹമ്മദ് അഷ്റഫിന്റെ കൊട്ടേഷൻ അംഗീകരിക്കുകയും വർക്ക് ആരംഭിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട CP അഷ്റഫിന്റെ ആശ്രയവും ആസൂത്രണവും പ്രവർത്തന മികവും നമ്മെ ഏറെ സഹായിച്ചിട്ടുണ്ട്. വർക്ക് പുരോഗമിക്കുമ്പോൾ തന്നെ പള്ളിയുടെ ഉൾഭാഗത്തെ പാർട്ടീഷൻ ഒഴിവാക്കുകയും സ്റ്റെയർ അല്പം സ്ഥാനം മാറ്റി സ്ഥാപിക്കുകയും ചെയ്യണമെന്ന് മഹല്ല് കമ്മിറ്റി ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഗൾഫ് കമ്മിറ്റി അക്കാര്യം പരിശോധിക്കുകയും അംഗീകാരം നൽകുകയും ചെയ്തു.
ഏകദേശം 29 ലക്ഷത്തോളം രൂപ പണി പൂർത്തീകരിക്കാൻ നമുക്ക് ചിലവ് വന്നിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് നാട്ടിൽ നിന്നുമായി സംഭാവനയായും ഓഫറായും 24,50,000 രൂപ സമാഹരിക്കാൻ സാധിച്ചു. പള്ളി പുനരുദ്ധാരണം തീരുമാനിച്ചത് മുതൽ വളരെ സ്തുത്യർഹമായ പ്രവർത്തനമാണ് PP അബ്ദുസ്സലാമിന്റെ നേതൃത്വത്തിലുള്ള ഗൾഫ് കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. ഗൾഫ് കമ്മിറ്റി ഒന്നടങ്കം ഒരു മെയ്യായി ഇതിനുവേണ്ടി പ്രവർത്തിച്ചു. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ പ്രവാസി സഹോദരങ്ങൾ ഈ സദുദ്യമത്തിന് ഗൾഫ് കമ്മിറ്റിയുടെ ഒപ്പം ചേർന്നു. അൽഹംദുലില്ലാ, ഇന്നിവിടെ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ കരങ്ങളാൽ ഈ പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ നാട്ടിലെയും വിദേശത്തെയും കമ്മിറ്റി ഭാരവാഹികളെയും പ്രവർത്തകരെയും അഭ്യാംകാംക്ഷികളെയും പ്രത്യേകമായി സ്മരിക്കുകയാണ്. മഹല്ല് പ്രസിഡന്റ് UK അബ്ദുൽ ഖാദർ സാഹിബ്, വൈസ് പ്രസിഡന്റ് D ഷാദുല്ലി, നദീം ദാലിൽ, മറ്റ് ഭാരവാഹികൾ, പ്രവർത്തകർ, നല്ലവരായ നാട്ടുകാർ തുടങ്ങിയവരുടെ നിതാന്ത പരിശ്രമവും പരിപൂർണ സമർപ്പണവും നന്ദിയോടെ സ്മരിക്കുന്നു. എല്ലാറ്റും പിന്തുണ നൽകി കൂടെ നിന്ന ഖത്തീബ് സിയാദ് ഫൈസി, സാമ്പത്തികവും ശാരീരികവുമായി സഹായിച്ചവർ, സഹകരിച്ചവർ, സുമനസ്സോടെ കൂടെ നിന്നവർ, സാമ്പത്തികമായി സഹായിച്ച മറ്റു മഹല്ല് നിവാസികൾ, അല്ലാത്ത സഹോദരന്മാർ, അതുപോലെ തന്നെ നമുക്ക് എല്ലാവിധ സഹായ സഹകരണം നൽകിയ ഇമ്രാൻ, ഉദ്ഘാടന തീയതി തീരുമാനിക്കപ്പെട്ട മുതൽ ഇതിന്റെ ഒരുക്കങ്ങൾക്കായി ഓടി നടന്ന് പണിയെടുത്തവർ, സ്വാഗത സംഘം ഭാരവാഹികൾ, പ്രവർത്തകർ, സ്നേഹസമ്പന്നരായ സഹോദരിമാർ, നന്മയിൽ സഹകരിച്ച മുഴുവൻ പേർക്കും പ്രത്യേക നന്ദിയും കടപ്പാടും ഇവിടെ അറിയിക്കുന്നു. ഇരുവീട്ടിലും നമ്മെ എല്ലാവരും അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കടമ ഞാൻ ഇവിടെ നിർവഹിച്ച് അറിയിക്കുന്നു. നിങ്ങൾക്ക് മുൻപായി എയർപോർട്ട് സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രൗഢമായ ഉദ്ഘാടന പ്രഭാഷണത്തിന് മുമ്പ് സുപ്രധാനമായ ഏതാനും ചില ഉപഹാര സമർപ്പണങ്ങൾക്ക് നമ്മുടെ വേദി സാക്ഷിയാവുകയാണ്. ആദ്യമായി നമ്മുടെ അതിഥിയായി ഇവിടെ ഇന്ന് എത്തിച്ചേർന്ന പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾക്ക് ദാലിൽ മഹല്ല് കമ്മിറ്റി നൽകുന്ന സ്നേഹോപഹാരം മഹല്ല് കമ്മിറ്റിയുടെ നായകനും മഹല്ലത്തിന് ദീനീ പ്രവർത്തനങ്ങൾ നിസ്വാർത്ഥമായ സേവനം അർപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമാദരണീയായ പ്രസിഡന്റ് UK അബ്ദുൽ ഖാദർ സാഹിബ് നൽകുന്നു. ആദരപൂർവ്വം രണ്ടുപേരെയും ക്ഷണിക്കുന്നു. അടുത്തതായി ദാലിൽ മൊഹീദ്ദീൻ ജുമാ മസ്ജിദ് നവീകരണ പ്രവൃത്തി ഏറ്റെടുക്കുകയും ഭംഗിയായി പൂർത്തിയാക്കുകയും ചെയ്ത യുവ എഞ്ചിനീയർ CP മുഹമ്മദ് അഷ്റഫിനുള്ള ഉപഹാരം പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ നൽകുന്നു. ആദരപൂർവ്വം CP മുഹമ്മദ് അഷ്റഫിനെയും തങ്ങളവറുകളെയും ക്ഷണിക്കുന്നു. അടുത്തതായി പള്ളിയുടെ നവീകരണ പ്രവൃത്തി അടക്കം വിവിധങ്ങളായ ദീനീ പ്രവർത്തനങ്ങളിലൂടെ നാടിനും നാട്ടുകാർക്കും പ്രതീക്ഷയും ആവേശവുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഗൾഫ് കമ്മിറ്റിക്ക് മഹല്ല് കമ്മിറ്റി നൽകുന്ന ഉപഹാരം പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ കരങ്ങളിൽ നിന്ന് അതിന്റെ സമാദരണയായ ഭാരവാഹികൾ ഏറ്റുവാങ്ങുന്നു. അതിനുവേണ്ടി VP സിദ്ദീഖ്, അബ്ദുൽ ഖാദർ TM, VP സുഹൈൽ, മസ്ഹൂദ് അബ്ദുള്ള, മുഹമ്മദ് കുഞ്ഞി ദാലിൽ എന്ന പ്രധാന പ്രവർത്തകന്മാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നൽകുന്നതിന് വേണ്ടി തങ്ങളവറുകളെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സഹപ്രവർത്തകരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളുടെ മഹല്ലത്തിന്റെ പ്രബോധന മേഖലയിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന ദാലിൽ മഹല്ല് കമ്മിറ്റിക്ക് ഗൾഫ് കമ്മിറ്റിയുടെ പ്രവർത്തകന്മാർ നൽകുന്ന സ്നേഹോപഹാരം തങ്ങളവറുകളിൽ നിന്നും മഹല്ല് ഭാരവാഹികൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മഹല്ല് ഭാരവാഹികളെയും തങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന സുവനീറിന് ഉത്തക്കനിക്കാന്റെ കുട്ടോസ്രാമ്പി എന്ന മനോഹരമായ പേര് നൽകിയ VK അബ്ദുൾ റസാഖ് അവർക്ക് പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഉപഹാരം നൽകുന്നതിന് വേണ്ടി തങ്ങളെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി VK അബ്ദുൾ റസാഖ് അവരുകളെയും ക്ഷണിക്കുന്നു. ദാലിൽ പ്രദേശത്തിന്റെ ഗൃഹാതുരത്വത്തെ ഉണർത്തിക്കൊണ്ട് അതിമനോഹരമായ ഉത്തക്കനിക്കാന്റെ കുട്ടോസ്രാമ്പി എന്ന പേര് നൽകിയ VK അബ്ദുൾ റസാഖ് സാഹിബിന് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഉപഹാരം നൽകുന്നു. 2023-24 വർഷത്തെ സമസ്ത 5ാം തരം പൊതുപരീക്ഷയിൽ കണ്ണാടിപ്പുറം റേഞ്ചിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി നാടിന്റെയും മദ്രസയുടെയും അഭിമാനമായ മീൻസ ഫാത്തിമ KV എന്ന കുട്ടിക്കുള്ള ഉപഹാരം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നൽകുന്നു. വിദ്യാർത്ഥിയെയും തങ്ങളവറുകളെയും ക്ഷണിക്കുന്നു.
സുവനീർ കവർ പ്രകാശനം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുൻ മഹല്ല് പ്രസിഡന്റ് കെ അബ്ദുൽ ഖാദർ ഹാജി അവർക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നു. പ്രകാശനം നൽകുന്നതിന് വേണ്ടി തങ്ങളവരുകളെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അബ്ദുൽ ഖാദർ ഹാജി അവരുകളെയും ക്ഷണിക്കുന്നു. സമസ്ത പൊതുപരീക്ഷയിൽ നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയ മീൻസ ഫാത്തിമ KV എന്നീ കുട്ടികൾ ഉപഹാരം തങ്ങളവരുകൾ നൽകുന്നു. അടുത്തതായി ഈ പ്രൗഢഗംഭീരമായ പരിപാടി ഉദ്ഘാടകർമ്മം നിർവഹിച്ചുകൊണ്ട് യമനിൽ നിന്നും പാറിപ്പറന്നു വന്ന മലയാളക്കരയുടെ മതസൗഹാർദ്ദത്തിന് മരക്കൊമ്പിലിരുന്ന് പൂപ്പുഞ്ചി തൂക്കുകയും ഒരിറ്റ് വെള്ളം ചോദിച്ചവർക്ക് ഒരകലിലും ഒരു പൂ ചോദിച്ചവർക്ക് ഒരു പൂന്തോട്ടവും ഒരു മന്ദസ്മിതം ആഗ്രഹിച്ചവർക്ക് ഒരു മന്ദമാരുന്നേക്ക് കടലുണ്ടി പുഴയുടെ തീരത്തെ സ്നേഹവസന്തത്തിന്റെ പൂമരത്തണലായ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളെ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനരായ യോഗാധ്യക്ഷൻ VP അബ്ദുസ്സലാം സാഹിബ്, അഭിനന്ദരായ അബ്ദുൾ റസാഖ് അബ്രാറി പുത്തൻതട്ട, ഈ സദസ്സിൽ സന്നദ്ധരായിട്ടുള്ള അഷ്റഫ് അൽ ഖാസിമി കമ്പിൽ, UK അബ്ദുൽ ഖാദർ സാഹിബ്, അബ്ദുൽ കരീം ഷെജരി, MP മുഹമ്മദ് അലി, സിയാദ് ഫൈസി, അബ്ദുൽ ഖാദർ ഹാജി, അബ്ദുൾ റസാഖ് മുസ്ബാഹി, മുഹമ്മദ് ഷബീർ സഖാഫി, അഷ്റഫ് മൗലവി, സദർ മുഅല്ലിം, ഇഷാദ് അലി, കുഞ്ഞുമൈദീൻ, നദീം DP റമളാൻ, KV അബ്ദുസ്സലാം, മുഹമ്മദ് മാസ്റ്റർ, VP സിദ്ദീഖ്, PM അബ്ദുൽ ഖാദർ, VP സുഹൈൽ, മുഹമ്മദ് PK, മറ്റുള്ള സന്നിധരായിട്ടുള്ള ബഹുമാന്യ നേതാക്കളെ, പണ്ഡിത ശ്രേഷ്ഠരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ നാടിൻ്റെ ചിരകാല സ്വപ്നമായിരുന്ന ദാലിൽ മുഹദ്ദീൻ ജുമാ മസ്ജിദിൻ്റെ നവീകരണം പ്രവർത്തനങ്ങൾ ഇവിടെ പൂർത്തീകരിച്ച് ഇന്ന് ഇശാ നമസ്കാരത്തോടുകൂടി നമുക്കതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ്. സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷ ഭാഷണത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ പ്രവാസികളായിട്ടുള്ള നമ്മുടെ സഹോദരന്മാർ, അവരുടെ ഒരു ഉത്സാഹമാണ് ഈ പള്ളി പൂർത്തീകരിക്കുന്നതിന് നമുക്ക് സഹായമായിട്ടുള്ളതെന്നറിയാൻ സാധിച്ചു. ഈ നാട്ടുകാരും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാവരുടെയും സഹായത്താൽ നമുക്കത് പണി പൂർത്തീകരിക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇത് നമ്മിൽ നിന്നും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. മൻ ബനാ മസ്ജിദല്ലാഹി ബനല്ലാഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഈ ഭൂമുഖത്ത് ഒരു പള്ളി ഉണ്ടാക്കുകയാണെങ്കിൽ നാളെ ജന്നാത്തിൻ്റെ ആഴമിൽ അവന് വേണ്ടി ഒരു ഭവനം നിർമ്മിച്ചു നൽകുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൂട്ടത്തിൽ ഇതിനു വേണ്ടി സഹായിച്ചവരെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പള്ളി എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ആരാധനാലയം മാത്രമല്ല, ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും സംസ്കാരം എന്താണ് എന്ന് പള്ളി കാണുമ്പോൾ, പള്ളി ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം. ആത്മീയപരമായ നിർവൃതി ഉണ്ടാവാൻ, നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാനാണ് എല്ലാ വിശ്വാസികളും ശ്രമിക്കുന്നത്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കേന്ദ്രമായി പള്ളിയെ കാണാൻ നമുക്ക് സാധിക്കണം. പള്ളി ധാരാളമുണ്ട്, പക്ഷേ പള്ളിയുടെ ഉദ്ദേശം എന്നുള്ളത് അതിൻ്റെ പരിപാലനവും അത് അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗമായിക്കൊണ്ട് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ തന്നെ പറയുന്നു, മുഹ്തദീങ്ങളിൽ വന്നു ചേരാൻ സഹായിക്കുന്ന ഒരു ഘടകം അത് പള്ളി പരിപാലനമാണ്. മുഹ്തദീൻ എന്ന പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ പള്ളിയുടെ പരിപാലനം എന്നത് പള്ളിയുടെ മേൽനോട്ടമല്ല, പക്ഷേ ആ പള്ളിയെ സമ്പന്നമാക്കുക, പ്രാർത്ഥന കൊണ്ട് സമ്പന്നമാക്കുക, നമസ്കാരം കൊണ്ടും എഴുത്തിക്കാഫ് കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും അതുപോലെ മജ്‌ലിസുകൾ, മറ്റ് വൈജ്ഞാനിക സദസ്സുകൾ, ഇതെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട്
പള്ളിയെ സജീവമാക്കുകയും പള്ളി നമുക്ക് നമ്മുടെ വീട് എങ്ങനെയാണോ നമുക്ക് ബന്ധമുള്ളത് ആ രീതിയിൽ പള്ളിക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വിഷമിക്കുന്ന രീതിയിൽ അതിൻ്റെ പരിപാലനത്തിന് ഏർപ്പെടുന്ന ആളുകൾ, അവരെക്കുറിച്ച് അള്ളാഹു വളരെയധികം വ്യക്തമായി തന്നെ ആ പ്രത്യേകത എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കാലഘട്ടത്തിൽ അന്ന് ഒരുപാട് കപട വിശ്വാസികൾ കൂടി കടന്ന് വരാൻ ശ്രമിച്ചൊരു കുട്ടികൾ മുസ്ലിങ്ങളായി ചമഞ്ഞുകൊണ്ട് അവർ സത്യത്തിൽ അവർ മുനാഫിക്കുകളാണ്, കപട വിശ്വാസികളാണ്. പക്ഷെ ഇസ്ലാമിനെ തകർക്കാൻ അവർ പള്ളിയും നിർമ്മിച്ച് അതിലൂടെ മുസ്ലിങ്ങളെ ആകർഷിക്കുകയും അതിലൂടെ ഫിത്ന ഉണ്ടാക്കുകയും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചവരും ഉണ്ട് എന്നുള്ളത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അപ്പം തഖ്വയിൽ അടിസ്ഥാന ശിലപാകിയിട്ടുള്ള പള്ളിയായിരിക്കണം നമ്മുടെ പള്ളികൾ. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യ പ്രവാചകനാണ്. ആ കാലം മുതൽ തന്നെ അള്ളാഹു കഅബാലയം എന്ന അള്ളാഹുവിന്റെ ഏറ്റവും ആദ്യത്തെ പള്ളി, ഇന്ന അവ്വല ബൈതൻ വലിയ ലിന്നാസി ബിമക്കത്തി മുബാറക്, അള്ളാഹുവിലുള്ള അള്ളാഹുവിന്റെ കഅബാലയം എന്ന അള്ളാഹുവിന്റെ പള്ളി, അത് ആദ്യ പ്രവാചകന്മാരൊക്കെ തന്നെയും നമുക്കറിയാം. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഅബാലയം ചുറ്റി, ഇസ്മായിൽ നബി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഅബാലയം ബന്ധപ്പെട്ടുകൊണ്ടാണ് അവരുടെ ചരിത്രമൊക്കെ. അവസാനമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മക്കയിലാണ് അള്ളാഹു ജന്മം നൽകിയത്. അവിടെയാണ് പിന്നീട് ഇസ്ലാമിന്റെ ഒരു പുനരുദ്ധാരണവും പുതുവത്സരങ്ങളും കടന്നു വന്ന് ആദ്യമായി മദീനയിലേക്ക് ഹിജറ പോയ സമയത്ത് ആദ്യമായി അവിടെ ഉണ്ടാക്കിയ പള്ളിയാണ്. ആ പള്ളി കേന്ദ്രമായി അവിടെ കേവലം നമസ്കാരമായിരുന്നില്ല, ഇസ്ലാമിന്റെ ഒരു നീതിന്യായ കോടതിയും ഭരണകേന്ദ്ര സ്ഥിരാകേന്ദ്രവും വൈജ്ഞാനിക കേന്ദ്രവും എല്ലായി ആ മസ്ജിദ് നബവി മാറിയിരുന്നു എന്നുള്ള. അവിടെ ഉണ്ടായിരുന്ന മറ്റു സമുദായക്കാര്, മദീനയിലുണ്ടായിരുന്ന ക്രൈസ്തവ ജൂത സമൂഹം, അവർക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ പ്രവാചകൻ ആജ്ഞാപിച്ചിരുന്നു എന്നുള്ളതാണ്. അവിടെ ഇന്ത്യ എന്ന് പറയുന്നൊരു സൗഹൃദ രാഷ്ട്രമാണ്. എല്ലാ വിശ്വാസങ്ങളും ഇവിടെയുണ്ട്. മതങ്ങൾ ആ വിശ്വാസങ്ങളെ മറപിടിച്ചുകൊണ്ട് വിദ്വേഷം പരത്തുന്നവരായിരിക്കരുത്. നമുക്ക് നമ്മുടെ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുവാനും അതിലൂടെ നമുക്ക് ആത്മീയപരമായ സംസ്കരണം ഉണ്ടാക്കാനും നമുക്ക് കഴിയണം. അതിലൂടെയാണ് നമുക്ക് ഇവിടെ വലിയ വിജയം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു നോക്കുന്നത് നമ്മുടെ കൽബിലേക്കാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാ ശുഉബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളൊരു മനുഷ്യൻ ഒരാളിൽ നിന്ന് പെണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയുണ്ടായി. നിങ്ങളെ മനുഷ്യരായി പല ഗോത്രങ്ങളായി പല വിഭാഗങ്ങളായി തരംതിരിച്ചു. നിങ്ങൾ പരസ്പരം തിരിച്ചതിന് വേണ്ടിയാണ്. പക്ഷെ നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഭയക്കുന്നവർ. അള്ളാഹുള്ള തഖ്വയാണ് നമ്മുടെ അളവുകോൽ. നമ്മൾ എത്രത്തോളം ശ്രേഷ്ഠരാണ് ഉത്കൃഷ്ടരാണ് എന്ന് അളക്കുന്നത് നമ്മുടെ തഖ്വയാണ്. ആ തഖ്വയെ നമ്മൾ എന്നും പുനർജീവിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. അതാണ് നമ്മുടെ നമസ്കാരം. ഓരോ നമസ്കാരത്തിന്റെ സമയം 5 നേരമാണ് നമസ്കാരം. ഒതെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ പിശാചിൽ നിന്നും നമ്മൾ കാവലിന് ചോദിക്കുകയാണ്. ഒതെടുത്ത് നമ്മൾ ദ്വാരക്കുന്നത് പിശാചിനെ കാവൽ ചോദിച്ചുകൊണ്ട് നമ്മൾ ഫർള് നമസ്കാരത്തിലേക്ക് നമസ്കരിക്കുന്നു. ആ ഫർള് നമസ്കാരം മുതൽ മറ്റൊരു ഫർള് നമസ്കാരം വരെയുള്ള സമയം അത് കഫാറത്തിന്റെ സമയമാണ്. കാരണം പിശാച് നമ്മളെ ഇങ്ങനെ വഴിതെറ്റിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ അതിനെ സംരക്ഷിക്കുന്നു. ഇന്ന സ്വലാത്തി തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ മ്ലേച്ഛകളിൽ നിന്നും തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുന്നു, അതിൽ നിന്നും തടയുന്നു. നമസ്കാരം തെറ്റുകളിൽ നിന്നും തടയുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു നമസ്കാരം മുതൽ മറ്റൊരു നമസ്കാരം വരെ
ഒരു ജുമാ മുതൽ മറ്റൊരു ജുമാ വരെ, ഒരു റമദാൻ മുതൽ മറ്റൊരു റമദാൻ വരെയുള്ള സമയത്ത് കഫാറത്തിന് സമയമാണ്. അപ്പോൾ അവിടെ ആരാധനകൾ അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗമാണ്. ആ ആരാധനകൾ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നമ്മൾ നിർവഹിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴി നമുക്ക് അള്ളാഹു ഒരുക്കി തന്നിട്ടുണ്ട്. അത് 5 നേരത്തെ നമസ്കാരവും നമ്മുടെ നോമ്പ് കാലത്തെ നോമ്പും നമ്മുടെ സക്കാത്തും ഹജ്ജും അതൊക്കെ ഭാഗമാണ്. നോമ്പാണ് വരാൻ പോകുന്നത്. 2 ദിവസം കഴിഞ്ഞ പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ അള്ളാഹുവിലെ തവക്കൽ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് ലയിക്കുകയാണ്. നമ്മൾ ഈ 11 മാസവും നമ്മൾ ജീവിച്ച പോലെയല്ല. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കേണ്ട ഒരു സമയമാണ്. നമ്മുടെ പാനീയങ്ങൾ, നമ്മൾ ആസ്വദിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിനൊക്കെ അള്ളാഹു നിശ്ചിത സമയം നമുക്ക് നമ്മെ വിലക്കിയിരിക്കുകയാണ്. അപ്പൊ അത് നമുക്കൊരു ആത്മീയ നിർവൃതി കിട്ടുന്നതിന് വേണ്ടിയാണ്. മൻ സ്വാമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി വിശ്വാസത്തോടു കൂടിയും പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടും നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അവന്റെ സർവ്വകാല പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ ദോഷങ്ങളെ കഴുകിക്കളയാനുള്ള പിശാചിനെ കെട്ടിയിടുന്ന മാസം, റഹ്മത്തിന്റെ മാസങ്ങൾ, മഗ്ഫിറത്തിന്റെ മാസം, നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന മാസം, ഇങ്ങനെയൊക്കെ നമുക്ക് വരാനൊരു വസന്തകാലം വരികയാണ്. അതൊക്കെ നമുക്ക് ഇതിൽ ഈ പള്ളിയിൽ ചെലവഴിച്ചുകൊണ്ട് പുണ്യം നേടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വചനത്തിൽ നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രൗഢമായ വേദികൾ ഏതാനും ചില ആശംസാ പ്രസംഗത്തിന് വേദികയാണ്. ആദ്യമായി അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചെലേരി സാഹിബ് നമ്മോട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയനായ മന്ത്രി സയ്യിദ് മുനവ്വർ ദേശീയാർത്ഥങ്ങൾ, വേദിയിലെ ബഹുമാന്യരായ പണ്ഡിതൻ, ഉമറാക്കൾ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ നൂറ്റാണ്ടോളം പഴക്കമുള്ള ഒരു പള്ളി അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ മനോഹരമായി നവീകരിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ പള്ളിക്ക് വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ അധ്വാനിച്ച ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പ്രവാസികളായിട്ടുള്ള നമ്മുടെ സഹോദരന്മാർ, നാട്ടുകാരായിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ അള്ളാഹു എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ചൊരിയുമാറാകട്ടെ. അവരുടെ എല്ലാ സൽക്കർമ്മങ്ങളിലും അള്ളാഹുവിൻ്റെ ബർക്കത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ഉണ്ടാകുമാറാകട്ടെ. അവർക്ക് ഇഹത്തിലും പരത്തിലും അള്ളാഹു എല്ലാവിധത്തിലുള്ള പ്രതിഫലവും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. അടുത്തതായി മുഹമ്മദ് ഷബീർ സഖാഫി ആശംസർപ്പിച്ചുകൊണ്ട് സംസാരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ തങ്ങള് വരുന്ന കൊണ്ട് തന്നെ കുറേ സഹോദരിമാര് കുറച്ച് ഗോൾഡുകളൊക്കെ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാനും വീട് പണിയൊക്കെ പൂർത്തിയാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തങ്ങളത് ദുആ ചെയ്യും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നല്ല ഉദ്ദേശത്തോടു കൂടി അവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കുന്നതിന് വേണ്ടി ഇവിടെ സംഭാവന ചെയ്ത സഹോദരിമാര് സ്വർണമായും പണമായും ഒക്കെ ഇവിടെ ഈ പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചുമാറാവട്ടെ. അവിടെ രോഗങ്ങൾ ശിഫായി കൊടുക്കുമാറാവട്ടെ. അസുഖം ബാധിച്ച ആളുകളുണ്ട്, മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ആ പ്രയാസം എന്താണെന്ന് അള്ളാഹുവിന് അറിയാം. അതൊക്കെ അള്ളാഹു തീർത്തു കൊടുത്ത് അവർക്ക് സമാധാനം കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്ലാം. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد. ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ സയ്യിദ് അവർകൾ, അധ്യക്ഷൻ, പ്രിയപ്പെട്ട ഉലമാക്കളെ, ഉമറാക്കളെ,
അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നിരന്തരമായി ഈ പ്രസംഗത്തിൽ നമ്മൾ കേട്ടതുപോലെ മസ്ജിദ് എന്നുള്ളത് ഒരു നാടിൻ്റെ സാംസ്കാരിക കേന്ദ്രമാണ്. പ്രധാനമായും ഇബാദത്തിനായി ഉപയോഗിക്കുകയും മറ്റുള്ള മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന മതവീക്ഷണത്തിൽ നാം കാണുന്ന നിക്കാഹ് പോലെയുള്ള പ്രധാന പരിപാടികളൊക്കെയും മസ്ജിദിൽ വെച്ച് നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകി പറയുകയും ആ മസ്ജിദിലാണ് ചരിത്രങ്ങൾ പഠിച്ചു നോക്കിയാൽ മസ്ജിദുൻ നബവി മുതൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നുണ്ടായിരുന്ന എല്ലാ ആളുകളുടെയും പരാതികൾ കേട്ടിരുന്നതും അതിന് പരിഹാരം കണ്ടെത്തി കൊടുത്തതും അതുപോലെ അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചതുമെല്ലാം ഒരു കേന്ദ്രമായി പ്രവർത്തിച്ചത് മസ്ജിദുൻ നബവിയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അൽഹംദുലില്ലാ, നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ ഒരു പ്രൗഢിയോടെ നിൽക്കുന്ന മസ്ജിദ് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ദുആ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ നാട്ടിലൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ പലരും പറയുന്നതായി നമുക്ക് അടുത്ത പ്രദേശത്ത് തന്നെ ഉള്ള ആളായതുകൊണ്ട് പലപ്പോഴായി ദാലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകളുടെ പേരുകൾ പറയുന്നത് കേൾക്കാം. പ്രധാനപ്പെട്ട UK അബ്ദുറഹ്മാൻ ഹാജി, തറീഖുട്ടി ഹാജി പോലെയുള്ള ആളുകൾ ഈ മഹലിന് വേണ്ടി, ഈ നാടിനു വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയതും ഒക്കെ നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ പാരത്രിക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഈ ഒരു വലിയ ഒരു സതുദ്യമം അവരെ കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന ഒരു അവസ്ഥ അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിന് പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ദുആ ചെയ്തുകൊണ്ട് താജുൽ ഉലമാ മസ്ജിദിന്റെ എല്ലാവിധ ആശംസകളും നേർന്ന് വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സംയുക്ത മഹല്ല് ജമാഅത്ത് പ്രസിഡന്റ് PV കുഞ്ഞുമൊയ്തീൻ സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ നമ്മുടെ നാട്ടിൻ്റെ ഒരു അഭിമാനമായി പുനർനിർമ്മിക്കപ്പെട്ട നമ്മുടെ പള്ളി, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ, നാഥൻ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന പ്രാർത്ഥന മാത്രം. സയ്യിദന്മാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹമായി സദസ്സ്, അവരുടെയൊക്കെ പ്രാർത്ഥനകളിൽ നാഥൻ നമ്മയും കൂടി ഉൾപ്പെടുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരം തന്നതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ഈ വേദിയിൽ നടക്കുന്നത് സമാപന പൊതുസമ്മേളനം ഇവിടെ സമാരംഭിക്കുമ്പോൾ പ്രൗഢമായ ഒരു പ്രഭാഷണം നമ്മുടെ വേദി സാക്ഷ്യം വഹിക്കുകയാണ്. കേരളക്കരയിലെ സുപ്രസിദ്ധ മതപണ്ഡിതനും പ്രമുഖ വാഗ്മിയും യുവ പണ്ഡിതനുമായ അഭിബന്ധരായ അബ്ദുൾ റസാഖ് അബരാരി പത്തനംതിട്ട നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രൗഢമായ പ്രഭാഷണം നടത്തുന്നു.